ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മാത്സിലെ 3 ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏതൊക്കെയാണ്? വർക്ക് ആൻഡ് ടൈം ഉണ്ട്. അപ്പോൾ ഈ വർക്ക് ആൻഡ് ടൈമിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ്? പൈപ്പ് ആൻഡ് സിസ്റ്റം അതുണ്ട്. അതുപോലെ എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ 3 ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വർക്ക് ആൻഡ് ടൈം പഠിച്ചാൽ നമുക്ക് പൈപ്പ് ആൻഡ് സിസ്റ്റം എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചായിരിക്കും. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ആദ്യം നമ്മൾ എന്താ നോക്കുന്നത്? വർക്ക് ആൻഡ് ടൈം ആണ്. സിമ്പിൾ ആണ്. വർക്ക് ആൻഡ് ടൈമിൽ നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താ? എഫിഷ്യൻസി എന്ന് പറയുന്നത് ടൈമിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് എഫിഷ്യൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ടൈമാണ്. അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ? 1/, ടൈമിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് പറയുന്നത്. അതുപോലെ നമ്മൾ മെയിൻ ആയിട്ട് ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കേണ്ടത് എന്താ? ഇഫ് എ ടേക്സ് എ ഡേയ്സ് മോർ ദാൻ അതായത് എ എന്ന് പറയുന്നത് എ ഡേയ്സ് മോർ ദാൻ കംപ്ലീറ്റ് ഓഫ് എ വർക്ക് ദാറ്റ് എന്താ? എ പ്ലസ് ബി. എ പ്ലസ് ബി എടുക്കുന്ന ടൈമിനേക്കാളും കൂടുതൽ എന്താ? എ ടൈംസ് കൂടുതൽ എ എടുത്താൽ എ എന്ന് പറയുന്നത് എ ഡേയ്സ് കൂടുതലാണ്. എന്തിനേക്കാളും? എ പ്ലസ് ബി എടുക്കുന്നതിനേക്കാളും കൂടുതൽ ആണ്. അതുപോലെ ബി എന്ന് പറയുന്നത് എന്താ? ബി ഡേയ്സ് കൂടുതലാണ്. എന്തിനേക്കാളും? എ പ്ലസ് ബിനേക്കാളും ബി ഡേയ്സ് കൂടുതലാണ്. എങ്കിൽ നമ്മൾ നോക്കണം എന്താ? എയും ബിയും കൂടി എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് നോക്കിയാൽ എന്താ? റൂട്ട് ഓഫ് എ ബി ആണ്. ക്ലിയർ? ഇത് പല സ്ഥലത്തും നമുക്ക് യൂസ് ചെയ്യാൻ വരുന്നുണ്ട്. ഇത് പഠിച്ചു വെക്കാം. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്താ? M1 D1 H1 E1 ഡിവൈഡ് ബൈ W1 ഈക്വൽ ടു M2 D2 H2 E2 ഡിവൈഡ് ബൈ W2. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോമിലാണ്. ക്ലിയർ? നമുക്ക് അതാ പല സ്ഥലത്തും ഇപ്പൊ എന്താണ് 8 മെന്നും അതുപോലെ 10 വുമണും അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ഫോമുലയാണ് ഇത്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാം. ഇപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ എത്രയാണ്? 15 ഡേയ്സ്. ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 20 ഡേയ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ കണ്ടാൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന LCM മെത്തേഡിലാണ്. സിമ്പിളാണ് LCM മെത്തേഡ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചത് ആയിരിക്കാം. അപ്പോൾ എ ക്യാൻ ഡു എ വർക്ക് ഇൻ എത്രയാണ്? 15 ഡേയ്സ്. അതുപോലെ എന്താ? ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ എത്രയാണ്? 20 ഡേയ്സ്. ഓക്കെ, ദ ടൈം ടേക്കൺ ബൈ ദം വർക്കിംഗ് ടുഗദർ ടു ഡു ദ സെയിം വർക്ക്. അപ്പോൾ ഇൻഡിവിജ്വലി ചെയ്യുന്ന വർക്കിന്റെ എത്ര ഡേയ്സ് ആണെന്ന് നമുക്ക് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ LCM നമ്മൾ ഫൈൻഡ് ചെയ്യും. ക്ലിയർ? നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ LCM ഫൈൻഡ് ചെയ്യും. 15ന്റെയും 20ന്റെയും LCM എന്താണ്? നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്താ? 60 ആണെന്ന് അറിയാം. ക്ലിയർ? ഇനി ഇത് അറിയാത്തവർക്ക് LCM കണ്ടുപിടിക്കേണ്ട മെത്തേഡ് അറിയാലോ. നമ്മൾ ഓൾറെഡി ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്. അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടി ഉണ്ട്. എന്താണ്? അതായത് ഇതിൽ വലിയ നമ്പർ എടുത്ത് മാറ്റി വെച്ചു 20. ഇനി ചെറിയ നമ്പർ അതിനെ വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ എന്ത് കിട്ടും? ന്യൂമറേറ്ററിൽ 3 ആണെന്ന് കിട്ടും. ആ 3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഇതിന്റെ LCM. ഇതാണ് LCM. ക്ലിയർ? അപ്പോൾ LCM നമുക്ക് 60 ആണെന്ന് കിട്ടി. ഇനി ഇതിന്റെ എഫിഷ്യൻസി ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡേ, അതായത് 15 ഡേ കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് വർക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യും? അതാണ് അതിന്റെ എഫിഷ്യൻസി. ഒരു ദിവസം ചെയ്യുന്ന വർക്കിനെയാണ് എഫിഷ്യൻസി എന്ന് പറയാം. സോ ടോട്ടൽ വർക്ക് 60 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അതായത് LCM ആണ് ടോട്ടൽ വർക്ക്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് LCM ആണ് 60 ആണ് നമ്മൾ അസ്യൂം ചെയ്തതാണ്. 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യണം? 4 വർക്ക് ചെയ്യണം. എങ്ങനെയാണ്? 60 ഡിവൈഡ് ബൈ 15, 4 വർക്ക് ഒരു ദിവസം ചെയ്യണം. ബി ആണെങ്കിലോ? ബി 20 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? എത്ര ദിവസം വർക്ക് ചെയ്യും? ഒരു ദിവസം 3 വർക്ക് ചെയ്യണം. അതായത് എ എന്ന് പറയുന്നത് കുറച്ച് ഡേയ്സ് മതി. അപ്പോൾ എഫിഷ്യൻസി കൂടുതലായിരിക്കും. ബി എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡേയ്സ് വേണം, 20 ദിവസം വേണം. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറവായിരിക്കും, 3 ആയിരിക്കും. ഈ 15 × 4 ആണ് 60, 20 × 3 ആണ് 60. ക്ലിയർ? ഇത്രയും കിട്ടി. ഇനി എന്താ? ഇവർ രണ്ടും കൂടി ഫിനിഷ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ? രണ്ടും കൂടിയുള്ള എഫിഷ്യൻസി നമ്മൾ ഫൈൻഡ് ചെയ്യണം. രണ്ടുപേരും കൂടി എ പ്ലസ് ബി എത്രയാണ് എഫിഷ്യൻസി? രണ്ടും ആഡ് ചെയ്യാം. 4 × 3 = 7 ആണ് കിട്ടുക. ക്ലിയർ? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 60 ആണ്. ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 7 ആണ്. ഇവിടെ ചോദിച്ചെന്താ? വർക്ക് എന്താ? ടൈം ടേക്കൺ ബൈ ദം വർക്കിംഗ് ടുഗദർ ടു ഡു ദ സെയിം വർക്ക്. എത്രയാണ്? ടുഗദർ. അപ്പോൾ എ പ്ലസ് ബി ചെയ്യുന്ന വർക്കാണ് എത്ര ഡേയ്സ് ആണെന്നാണ് ചോദിക്കുന്നത്. സോ എന്താ? ടോട്ടൽ വർക്ക്, അതായത് ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എന്താ? ടോട്ടൽ എഫിഷ്യൻസി ആണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. സോ എത്രയാണ്? 60 ഡിവൈഡ് ബൈ 7. 60 ഡിവൈഡ് ബൈ 7 നമുക്ക് എത്ര കിട്ടും?
8 7 8 56 ഡിവൈഡ് ബൈ എന്താ റിമൈൻഡർ 4 ആണ് ബൈ 7 ഡേയ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ആൻഡ് ബി ക്യാൻ ഡു എ വർക്ക് എലോൺ ഇൻ 30 ഡേയ്സ് ആൻഡ് 40 ഡേയ്സ്. അപ്പോൾ എ എന്ന് പറയുന്നത് എത്രയാ? 30 ഡേയ്സ്. ബി എന്ന് പറയുന്നത് ഒറ്റയ്ക്കാണ് രണ്ടുപേരും 40 ഡേയ്സ്. ക്ലിയർ? റെസ്പെക്റ്റീവ്ലി ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദ വർക്ക് ബി കംപ്ലീറ്റഡ് ഇഫ് ദേ വർക്ക് ഇൻ ആൾട്ടർനേറ്റീവ് ഡേയ്സ്. അതായത് അതായത് ആദ്യം എ പിന്നെ ബി പിന്നെ എ പിന്നെ ബി അങ്ങനെയാണ് ചെയ്യുന്നത്. സോ അതായത് എ ഫസ്റ്റ് വർക്ക് ചെയ്തു. ഇവിടെ പറയുന്നത് എന്താ? സ്റ്റാർട്ടിങ് വിത്ത് ബി എന്ന് പറയുന്നു. സോ എ അല്ല ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത്, ബി ആണ് വർക്ക് ചെയ്യുന്നത്. സോ സ്റ്റാർട്ടിങ് വിത്ത് ബി പിന്നെ എ പിന്നെ ബി പിന്നെ എ അങ്ങനെ വർക്ക് ചെയ്യും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എത്ര ഡേയ്സ് എടുക്കും എന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ എന്താ? ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ സെയിം ആണ്. 30ന്റെയും 40ന്റെയും എൽസിയം എന്താ? 3ന്റെയും 4ന്റെയും എൽസിയം എന്താ? 120 ആണ്. 3ന്റെയും 4ന്റെയും 12 ആണ്. 30ന്റെയും 40ന്റെയും 120 ആണ്. സോ ഇവിടുത്തെ എഫിഷ്യൻസി എന്ത് കിട്ടും നമുക്കപ്പോൾ? എഫിഷ്യൻസി എന്ന് പറയുന്നത് 30 × 4 ആണ് 120, 40 × 3 ആണ് 120. സോ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4ഉം 3ഉം ആയിട്ട് കിട്ടും. ഇനെന്താ? ഇവർ ഒന്നിടവിട്ടാണ് ചെയ്യുന്നത്. ആദ്യം എ ചെയ്യും, അപ്പോൾ എന്റെ ആദ്യം ബി ചെയ്യും. ബിന്റെ എഫിഷ്യൻസി എത്രയാണ്? ഇതിങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ബി പിന്നെ എ ബി എ അങ്ങനെയാണ് ചെയ്യുന്നത്. ബിന്റെ എഫിഷ്യൻസി എത്രയാണ്? 3. എന്റെ എത്രയാണ്? 4. അപ്പോൾ ബി ഒരു ദിവസം 3 വർക്ക് ചെയ്യും, പിറ്റേ ദിവസം എ 4 വർക്ക് ചെയ്യും, പിറ്റേ ദിവസം ബി 3 4 ഇങ്ങനെ ചെയ്യും. ഒന്നാമത്തെ ഡേ 2 3 4 അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ 2 ഡേ കൂടിയാൽ എയും ബിയും കൂടിയിട്ട് എത്ര എഫിഷ്യൻസി എത്ര? 7 വർക്ക് തീർക്കും. ഇവിടെയും 7 വർക്കാണ് തീർത്തത്. 2 ഡേ കൊണ്ട് രണ്ടുപേരും കൂടി 7 വർക്ക് തീർക്കും. സോ ടോട്ടൽ എത്രയാണ്? 120 വർക്കാണുള്ളത്. സോ ടോട്ടൽ 120 വർക്കാണുള്ളത്. 2 ദിവസം കൊണ്ട് 7 വർക്ക് തീർക്കും. സോ ഡിവൈഡ് ബൈ 7 ചെയ്ത് നോക്കാം, നമുക്ക് എത്ര കിട്ടും? ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 പിന്നെ എത്രയാണ്? റിമൈൻഡർ എത്രയാണ്? 50 വരും. സോ അതായത് 12/7 ചെയ്താൽ നമുക്ക് 1 കിട്ടുക. ബാക്കി എത്രയാണ്? 50 ചെയ്യുമ്പോൾ 7 വരും. പിന്നെന്താ? 1/7 വരും. ക്ലിയർ? 1/7 വരും. സോ പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ 17 നമുക്ക് കിട്ടി. അതായത് ഇവിടെ നമുക്ക് 17 കിട്ടി. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം 17 കിട്ടി, 17 ഡേയ്സ് ആണെന്ന് കിട്ടി. അപ്പോൾ ഈ 17 ഡേയ്സ് ഒരു ഡേ 7 ചെയ്തു. 70 അതായത് ഒരു ഡേ അല്ല നമുക്ക് 7 ചെയ്യുന്നത്, 2 ഡേ ആണ് ഈ 7 ചെയ്യുന്നത്. ക്ലിയർ? 2 ഡേ കൊണ്ടാണ് 7 വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ 34 ഡേയ്സ് എടുക്കും. ഈ 17 എന്ന് പറഞ്ഞത് 34 ഡേയ്സ് ആണ്. അതായത് ഈ 7 വർക്ക് ചെയ്യാൻ എടുക്കുന്നത് എത്രയാണ്? 2 ഡേയ്സ് ആണ്. ഇവിടെ നമുക്ക് 17 കിട്ടിയാൽ എത്രയാ? 34 ആണ് എടുക്കേണ്ടത്. ഇൻറ്റു 2 ആണ് എടുക്കേണ്ടത്. 34 ഡേയ്സ് കിട്ടും. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ടോട്ടൽ എത്ര വർക്ക് ഫിനിഷ് ചെയ്തു? 17 × 7 70ഉം 49ഉം 119 വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തു. 119 വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തു. ബാക്കി എത്രയാണുള്ളത്? ബാക്കി അതായത് മനസ്സിലാക്കുക, എയും ബിയും എയും 7 വർക്ക്. ക്ലിയർ? അപ്പോൾ 2 ദിവസം കൂടുമ്പോഴാണ് 7 വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ വർക്കും 120 ആണ്. അതിന് നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 17 കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടി. ക്ലിയർ? അപ്പോൾ ടോട്ടൽ എത്ര വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തു? 119 വർക്കാണ്. 17 നമുക്ക് അവിടെ കിട്ടിയ 17 എന്ന വാല്യൂ കൊണ്ട് ഫിനിഷ് ചെയ്യുന്നത്. ടോട്ടൽ ശരിക്കും അപ്പോൾ 17 അല്ല 34 വർക്കാണ് ഉള്ളത്. നമ്മൾ ഈ 2 ദിവസം കൊണ്ടാണ് 7 വർക്ക്. അപ്പോൾ 17 എന്ന് പറഞ്ഞാൽ 34 ആണ്. സോ 34 ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 119 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ബാക്കി ഒരു വർക്ക് ബാക്കിയുണ്ട്. ആ വർക്ക് ആരായിരിക്കും ചെയ്യുന്നത്? അവർക്ക് ബി ആയിരിക്കും ചെയ്യുന്നത്. ക്ലിയർ? ബി ആയിരിക്കും ആ വർക്ക് ചെയ്യുന്നത്. സോ ബി എന്ന് പറയുന്നത് എഫിഷ്യൻസി 3 ആണ്. സോ ബി ആ വർക്ക് ചെയ്യാൻ എത്ര യൂസ് ചെയ്യണം? 3ൽ 1 ഡേ യൂസ് ചെയ്താൽ മതി. ഒരു ദിവസം കൊണ്ടാണ് 3 വർക്ക്. സോ ഒരു വർക്ക് ചെയ്യാൻ 3ൽ 1 യൂസ് ചെയ്താൽ മതി. സോ 34ഉം ഫൈനൽ ആൻസർ എന്താ കിട്ടുക? 34ഉം 1/3 കിട്ടും. ഡേയ്സ് ആണ് കിട്ടുക. ക്ലിയർ? ഇതാണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഞാൻ ഒന്നുകൂടെ പറയാം, പലർക്കും ഇത് കൺഫ്യൂഷൻ വരുന്ന ഏരിയ ആണ്.
ഒന്നുകൂടെ സ്റ്റാർട്ടിങ് മുതലേ പറയാം. അതായത് എ എന്ന് പറയുന്നത് 30 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും വർക്ക്. ബി ആണെങ്കിലോ 40 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. എഫിഷ്യൻസി നമുക്ക് കിട്ടി 120. എഫിഷ്യൻസി അല്ല, ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടി LCM ആണ് 120 ആണ്. അപ്പോൾ എഫിഷ്യൻസി 4ഉം 3ഉം ആണ്. ഇനി ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ബി ആണ്, പിന്നെ എ ആണ്, പിന്നെ ബി, പിന്നെ എ. സോ ഇവിടെ നമ്മൾ 2 ദിവസം കൊണ്ട് ബി, അതായത് 2 ദിവസം കൊണ്ട് എത്ര വർക്ക് ഇവർ കംപ്ലീറ്റ് ചെയ്യും? ആദ്യം ബി 3 വർക്ക് കംപ്ലീറ്റ് ചെയ്യും, പിറ്റേ ദിവസം എ 4 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 2 ദിവസം കൊണ്ട് 7 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് ടോട്ടൽ 120 വർക്കാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 120/7 നമ്മൾ ചെയ്യുന്നു. സോ അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായിട്ടുള്ള എത്ര സംഖ്യ കിട്ടും? നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 17 ആണ് കിട്ടുക. 7 × 17 119 ആണ്. ക്ലിയർ? അപ്പോൾ ഈ നമ്മൾ 2 ദിവസത്തിലാണ് 7 വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡേ ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നമ്മൾ × 2 ചെയ്യണം. സോ 17 കിട്ടിയോണ്ട് 34 ദിവസം. ക്ലിയർ? 34 ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ആവും? 34 ദിവസം കൊണ്ട് 119 വർക്ക് കംപ്ലീറ്റ് ആവും. ബാക്കി വർക്ക് എത്രയുള്ള? 120 ആണ് ശരിക്കും വർക്കുള്ളത്. ആ ഒരു വർക്ക് ആര് ചെയ്യും? അതായത് ബി എ, ബി എ, ബി എ, അങ്ങനെ 34 ദിവസം ആകുമ്പോൾ ലാസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന എ ആയിരിക്കും. അടുത്തത് വരേണ്ടത് ആരാ? ബി ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ബിന്റെ എഫിഷ്യൻസി എത്രയാണ്? ബി ഒരു ദിവസം 3 വർക്ക് ചെയ്യും. പക്ഷെ നമുക്ക് റിമൈനിങ് ബാക്കിയുള്ള എത്രയാണ്? ബാക്കി ഇവിടെ +1 വർക്കാണ് ബാക്കിയുള്ളത്. ഇത് ചെയ്യേണ്ടത് ആരാ? ഇത് ചെയ്യേണ്ടത് ആരാ? ബി ആണ് ചെയ്യേണ്ടത്. ബി ആണ് ഈ വർക്ക് ചെയ്യേണ്ടത്. ബിന്റെ എഫിഷ്യൻസി 3 ആണ്. അപ്പോൾ ഒരു വർക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ദിവസം ഫുള്ള് വേണ്ടി വരില്ല, 3ൽ ഒരു ഡേ മതി. 3ൽ ഒരു ഡേ മതി. സോ 34 പൂർണ്ണമായിട്ടുള്ള ഡേയും 3ൽ ഒരു ഡേയും. സോ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ്. ക്ലിയർ? അപ്പോൾ ഇത് ക്ലിയർ ആണെന്നുണ്ടല്ലോ. ഓക്കെ, പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഏരിയയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days ആൻഡ് 12 days. അപ്പോൾ എയും ബിയും, എ എന്ന് പറയുന്നത് 10 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, ബി എന്ന് പറയുന്നത് 12 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഇഫ് ദേ വർക്ക് ഓൺ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ബിഗിൻ വിത്ത് എ, ദെൻ ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദ വർക്ക് ബി കംപ്ലീറ്റഡ്? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചോദിച്ച സെയിം ആണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇത്? ഓക്കെ, പെട്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇത്. അതായത് ഞാൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ക്ലിയർ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം ഇതിൻ്റെ LCM കാണാം. 10ഉം 12ഉം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാലോ. LCM എന്താ? 60 ആണ്. LCM 60. ഇത് കാണാൻ അറിയില്ല, LCM കാണാൻ അറിയില്ലെങ്കിൽ നമ്മൾ പഴയ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ LCM എന്താ? 60. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്തായിരിക്കും? ഇവിടെ 6 ആയിരിക്കും, ഇവിടെ 5 ആയിരിക്കും. ക്ലിയർ? ഇനി ഇവർ പറയുന്നു എന്താ? ബിഗിനിങ് വിത്ത് എ. അപ്പോൾ ആദ്യം എ, പിന്നെ ബി, പിന്നെ എ, പിന്നെ ബി, എ ബി, ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ എന്റെ എഫിഷ്യൻസി എത്രയാണ്? എന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 6 ആണ്, ബിന്റെ 5 ആണ്, പിന്നെ 6 5 6 5, ഇങ്ങനെയാണ് പോവുക. സോ ഇവർ 2 ഡേ കൊണ്ട്, 2 ദിവസം കൊണ്ട്, ഇത് ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, അങ്ങനെ പോകും. അപ്പോൾ 2 ദിവസം കൊണ്ട് 11 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ? ടോട്ടൽ നമ്മുടെ കയ്യിൽ 60 വർക്കാണുള്ളത്. 2 ദിവസം കൊണ്ട് 11 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യും? 60/11 ചെയ്യും. സോ അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായിട്ടുള്ള എത്ര സംഖ്യ കിട്ടും? റിമൈൻഡർ നമ്മൾ നോക്കണ്ട, റിമൈൻഡർ മാറ്റി വെക്കണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര? 11 × 5 ആണ് 55. സോ 5 ടൈംസ്. സോ 5 ടൈംസ് ഇത് വരും. എന്താ 5 ടൈംസ് എന്ന് പറഞ്ഞാൽ 55 വർക്കായി. ക്ലിയർ? ഒരു ദിവസം 11, നമുക്കെന്താ ഇങ്ങനെ ചെയ്യുമ്പോൾ 5 വർക്ക് കിട്ടി. പക്ഷെ ആക്ച്വലി എത്രയാണ്? അത് 10 ഡേ ആണ്. 5 എന്ന് കിട്ടിയാൽ × 2 ചെയ്യാം. 10 ഡേ കിട്ടി. ഇവിടെ 10 ഡേ കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 55 വർക്ക് കംപ്ലീറ്റ് ചെയ്യും അല്ലേ? 10 ഡേ കൊണ്ട് 55 ഡേ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഒരു ഡേ 2 ഡേ എടുത്താൽ 11 വർക്കാണ്. അപ്പോൾ 10 ഡേ എന്ന് പറഞ്ഞാൽ ശരിക്കും 5 ഡേ ആയിട്ട് നമ്മൾ കൂട്ടാം. 5 × 11. ഇവിടെ നോക്കിയേ, ഇവിടെ ഇത് നമ്മൾ ഒരു ഡേ ആയിട്ട് കൂട്ടി. 2 3 ഇതുപോലെ 4 5. അപ്പോൾ ഇവിടെ 11 11 11 11 11 ടോട്ടൽ ഇപ്പം എത്രയാ? 55 വർക്കായില്ലേ? അതായത് നമ്മൾ ഇങ്ങനെ കൂട്ടുമ്പോൾ 5 ആണ് കിട്ടുന്നത്. പക്ഷേ ശരിക്കും എത്ര ഡേ ഉള്ളത്? ഇത് 10 ഡേ ആണുള്ളത്. ക്ലിയർ? അപ്പോൾ ഇവിടെ 10 ഡേയ്സ് കിട്ടി. ബാക്കി റിമൈൻഡർ എത്രയാണുള്ളത്? ഇപ്പം 55 വർക്കാണെന്നുള്ളൂ. ഇനി 5 വർക്ക് ബാക്കിയുണ്ട്. റിമൈനിങ് വർക്ക് എത്രയാണ്? 5 വർക്കാണുള്ളത്. അതാരാ ചെയ്യേണ്ടത്? എ ബി എ ബി എ ബി എ ബി. അടുത്ത ആരാ ചെയ്യേണ്ടത്? എ ആണ് ചെയ്യേണ്ടത്. എ എത്ര വർക്ക് ചെയ്യണം? 5 വർക്ക് ചെയ്യണം. പക്ഷേ എന്റെ എഫിഷ്യൻസി എത്രയാണ്? എഫിഷ്യൻസി
ആറാണ്. എക്ക് 6 വർക്ക് ചെയ്യാൻ പറ്റും. എക്ക് 6 വർക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? പക്ഷെ 5 മാർക്ക് മാത്രം ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം? 1/6 കൊടുക്കാം. സോറി, 5 വർക്ക് ചെയ്താൽ മതി. അപ്പോൾ 5/6 കൊടുക്കാം. 6 വർക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ 6 വർക്ക് ചെയ്യേണ്ട. ഒരു ദിവസം കൊണ്ടാണ് 6 വർക്ക് ചെയ്യുന്നത്. പക്ഷെ 6 വർക്ക് ചെയ്യേണ്ട, നമുക്ക് 5 വർക്ക് മാത്രം മതി. സോ 5/6 ആണ്. ഇത്രയും ഡേയ്സ് ആണ്, 5/6 ഡേയ്സ്. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിട്ടുക? 10 ഡേയ്സും 5/6 ഡേയ്സും. ക്ലിയർ? 10 പ്ലസ് 5/6 ഡേയ്സ്. സോ 10 5/6 ഡേയ്സ് ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ? ഇത് ഓൾറെഡി നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് പക്കയല്ലേ? അപ്പോൾ ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻ ഒരുപാട് വരുന്നതാണ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് എന്ന് പറയുന്നു. ബിഗിനിങ് വിത്ത് ആരാണെന്ന് നോക്കുന്നു, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ക്ലിയർ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, പങ്കജ് ക്യാൻ ഡു 1/5 of a piece of work in 6 days and Jagat can do 1/4 of the same work in 8 days. Find the number of days taken to complete the work if both work together. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം പറഞ്ഞു പങ്കജ് ക്യാൻ ഡു 1/5. അപ്പോൾ 1/5 വർക്ക് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 6 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് അടുത്ത ആൾ എത്ര പറഞ്ഞു? 1/4 വർക്ക് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 8 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് 1/5 പറഞ്ഞു, 1/4 പറഞ്ഞു, പക്ഷെ നമുക്ക് എന്താ ഫുൾ വർക്ക് വരണം. അപ്പോൾ ഫുൾ വർക്ക് അതിന് നമ്മൾ എന്ത് പറയും? 1 വർക്ക് എന്ന് പറയും. ഫുൾ ആയാൽ ഫുൾ 1, അല്ലെങ്കിൽ അതിൻ്റെ 1/, ഇപ്പോൾ പകുതി ആയാൽ 1/2. ക്ലിയർ? കാൽഭാഗം ആയാൽ എന്താ 1/4, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ 1/5 ആണ് 6 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ 1 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇതിനെ നേരെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 30 ഡേയ്സ് എടുക്കും 1 വർക്ക് കംപ്ലീറ്റ്, അതായത് ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 30 ഡേയ്സ് എടുക്കും. അതായത് ആരാണ്? പങ്കജ് ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 30 ഡേയ്സ് എടുക്കും. ജഗത് ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനോ? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സെയിം 1/4, അതായത് കാൽഭാഗം ചെയ്യാൻ 8 ഡേയ്സ് എടുക്കും. അപ്പോൾ ഫുൾ ഭാഗം ചെയ്യാനോ? ഇത് നേരെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 × 8 32 ഡേയ്സ് എടുക്കും. ക്ലിയർ? ഇനി ഇതിൻ്റെ LCM നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ LCM ഫൈൻഡ് ചെയ്ത് നിങ്ങൾ ടൈം കളയണ്ട, ഒന്നുമില്ല, സിമ്പിൾ. നമ്മളെന്താ 30 × 32 എന്ന് ഇട്ടാൽ മതി. ക്ലിയർ? 30 × 32 നമ്മൾ ഇടാം. ഇനിയോ എഫിഷ്യൻസി എന്നാ ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് ഡേയ്സും എഫിഷ്യൻസിയും മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ ടോട്ടൽ വർക്ക് കിട്ടണം. ഇതാണ് ടോട്ടൽ വർക്ക് കിട്ടണം. അപ്പോൾ എഫിഷ്യൻസി എന്തായിരിക്കും? എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ? ഇവിടെ 32ഉം ഇവിടെ 30ഉം ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ടോട്ടൽ ഒരു ദിവസം 62 വർക്ക് അവിടെ എടുക്കും. പോയിന്റ് നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ കംപ്ലീറ്റ് ദ വർക്ക് ഇഫ് ബോത്ത് വർക്ക് ടുഗദർ. രണ്ടുപേരും വർക്ക് ചെയ്യുന്നു, പങ്കജ് പ്ലസ് ജഗത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് 62 ആണ്. ടോട്ടൽ വർക്ക് കിട്ടി. അപ്പോൾ എന്താ? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി ചെയ്താൽ നമുക്ക് എന്താ? നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. ടോട്ടൽ വർക്ക് എത്രയാ? 30. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 30 × 32 ഡിവൈഡ് ബൈ എന്താണ്? എഫിഷ്യൻസി. ടോട്ടൽ എഫിഷ്യൻസി എന്താണ്? ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 62 ആണ്. സോ ഇത് കട്ട് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. നമുക്ക് ആദ്യം തന്നെ എന്താ, എങ്ങനെ കട്ട് ചെയ്യാം? ആദ്യം ഇത് കട്ട് ചെയ്യുന്നു, എന്താ 2 കൊണ്ട് കട്ട് ചെയ്യുന്നു 31, ഇത് കട്ട് ചെയ്യുന്നു 15. ക്ലിയർ? ഇനി നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം? 31നെയും 32നെയും 31നെയും കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം 1 പോയിന്റ് സംതിങ് ആണ് കിട്ടുക, കാരണം ഇത് കട്ട് ചെയ്യുമ്പോൾ എന്താ 1 പോയിന്റ് സംതിങ് കിട്ടും. അപ്പോൾ 32നെ കട്ട് ചെയ്തു, 1 കിട്ടി, 1 പോയിന്റ്, ബാക്കി റിമൈൻഡർ എത്രയാണ്? 1 ആണുള്ളത്. അപ്പോൾ 10 വരും. 10ൽ 32 പോവില്ല, 0 കിട്ടും. പിന്നെ 100 വരും. 100ൽ 31 എത്രയാണ്? ഒരു 3 ടൈംസ് ഇല്ലേ? 3 ടൈംസ് ഉണ്ട്. അപ്പോൾ അത്രയും ചെയ്താൽ മതി. സോ ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും? 15 × 1 15 തന്നെയാണ്. പിന്നെ 15 × 0 3. 15 × 0 3 ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? 0.05 എന്ന് കിട്ടും. ക്ലിയർ? സോറി, 0.5 എന്ന് കിട്ടും. 15 × 0 3 ചെയ്താൽ 0.5 എന്ന് കിട്ടും. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 0.5ൻ്റെ അടുത്ത് കിട്ടും. അതാ റൗണ്ട് ദ ആൻസർ ടു 1 ഡെസിമൽ പ്ലേസ് എന്ന് പറഞ്ഞു. സോ നമുക്ക് എന്താ? ഒരു 5 കിട്ടും. അതായത് എന്താ? 15 × 3 എന്താ? 45 ആണ്. അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ 0.5ൻ്റെ അടുത്ത് കിട്ടും. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നെക്സ്റ്റ്, അമൃത് ഹാസ് ട്വൈസ് കപ്പാസിറ്റി ഓഫ് പെയിന്റിംഗ് ദാൻ കുശാൽ.
സോ അമൃതം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഫിഷ്യൻസി ആണ് തന്നിട്ടുള്ളത്. എത്രയാ? ട്വൈസ് കപ്പാസിറ്റി ഓഫ് പെയിന്റിംഗ് ദാൻ കുശാൽ. കുശാലിനെക്കാളും കുശാൽ 1 ആണെങ്കിൽ അമൃത എത്രയാണ്? 2 ആണ് എഫിഷ്യൻസി. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ ദേ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 6 days. അപ്പോൾ ഇവർ രണ്ടും കൂടി ടുഗദർ ദേ കംപ്ലീറ്റ് 6 days. ടുഗദർ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇത് തമ്മിൽ ഇത് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ വർക്കാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് 3 വർക്കാണ് ഒരു ദിവസം ചെയ്യുക. സോ അങ്ങനെ 6 ഡേ എടുക്കും വർക്ക്. 3 വർക്കാണ് രണ്ടുപേരും കൂടിയിട്ട്. അങ്ങനെ 6 ഡേ വർക്ക് ചെയ്യും. അങ്ങനെ 6 ഡേ വർക്ക് ചെയ്താൽ ടോട്ടൽ എത്രയാ? 18 വർക്കാണുള്ളത്. ഇതാണ് ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ എന്താ പെയിന്റിങ്. ക്ലിയർ? ഇനി നമ്മൾ ഇവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻ ഹൗ മെനി ഡേയ്സ് കുശാൽ വിൽ കംപ്ലീറ്റ് ദ വർക്ക് അലോൺ. അപ്പോൾ ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടി. ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എന്താ എഫിഷ്യൻസി ചെയ്താൽ കുശാലിൻ്റെ എത്ര ഡേയ്സ് ആണെന്ന് കിട്ടില്ലേ? ടോട്ടൽ വർക്ക് 18 ആണ്. കുശാലിൻ്റെ എഫിഷ്യൻസി 1 ആണ്. സോ 18 ഡേയ്സ് ആണ് നമുക്ക് കിട്ടുക. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? 18 ഡേയ്സ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, എ ആൻഡ് ബി ക്യാൻ ഡു എ വർക്ക് ഇൻ 18 days. B and C can do the same work in 15 days while A and C can do the work in 12 days. Working together, how much time will they take to complete the work? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് എക്സാമിന് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? എയും ബിയും കൂടിയിട്ട് എത്ര ഡേയ്സ് കൊണ്ട്? 18 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ബിയും സിയും കൂടിയിട്ട് എത്ര ഡേയ്സ് ആണ്? 15 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ എയും സിയും കൂടിയിട്ട് എത്ര ഡേയ്സ് ആണ്? എത്ര ഡേയ്സ് എടുക്കും? 12 ഡേയ്സ് എടുക്കും. സോ ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ LCM എന്താ? നമ്മളെന്താ ഇപ്പോൾ ഡേയ്സ് കിട്ടി, നമ്പർ ഓഫ് ഡേയ്സ് കിട്ടി. ഇനി ഇതിൻ്റെ LCM കണ്ടുപിടിക്കണം. ഇതാണ് ഡേയ്സ്. ഇനി എഫിഷ്യൻസി വേണം. അതുപോലെ എന്താ ടോട്ടൽ വർക്ക് വേണം. ടോട്ടൽ വർക്ക് കിട്ടാൻ നമ്മൾ എന്താ ഇതിൻ്റെ LCM കണ്ടുപിടിക്കണം. അപ്പോൾ LCM കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ LCM എന്തായിരിക്കും. അല്ലെങ്കിൽ വേണ്ട, വലിയ നമ്പർ നമ്മൾ മാറ്റി വെച്ചു. 1880 വലിയ നമ്പർ 80 വലിയ നമ്പർ നമ്മൾ മാറ്റി വെച്ചു. എന്താണ്? 18. നമ്മൾ LCM എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക. അപ്പോൾ 18 വലിയ നമ്പർ മാറ്റി വെച്ചു. ബാക്കിയുള്ള നമ്പർ എന്താ? 15/18, 12/18. സോ 18. സോ ന്യൂമറേറ്റർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. എന്ത് കിട്ടും? ന്യൂമറേറ്റർ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ 3 കൊണ്ട് കട്ട് ചെയ്യാം 5 കിട്ടും. ഇവിടെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ 6 കൊണ്ട് കട്ട് ചെയ്യാം 2 കിട്ടും. സോ ന്യൂമറേറ്ററിൻ്റെ LCM എന്താണ്? 10 ആണ്. സോ ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 180 ആണ് ഇതിൻ്റെ LCM എന്ന് കിട്ടും. ക്ലിയർ? 180 ആണ് LCM. അപ്പോൾ ഇവിടുത്തെ നമ്മളെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 180 ആണ് ടോട്ടൽ വർക്കായിട്ട് കിട്ടുക. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്താണ്? ടോട്ടൽ വർക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്താണ്? ഇവിടെ 10 ആണ്. 18 × 10 ആണ് 180. അതുപോലെ ഇവിടെ എന്താ? 15 × 12 ആണ് 180. 12 × 15 ആണ് 180. ക്ലിയർ? ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A+Bൻ്റെ എഫിഷ്യൻസി കിട്ടി. ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടി. B+Cൻ്റെയും കിട്ടി, A+Cൻ്റെയും കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിയാൽ എന്താണ്? A+B+C ടോട്ടൽ A+B+C. പക്ഷെ ഇവിടെ നോക്കി A+B+B+C+C+D. അപ്പം അങ്ങനെ വരുമ്പോൾ 2A ഉണ്ട്, 2B ഉണ്ട്, 2C ഉണ്ട്. സോ ഇവിടെ ഇൻറ്റു 2 ആണ് വരുന്നത്. നിങ്ങൾ കൂട്ടി നോക്കിയാൽ മനസ്സിലാവും. ഈക്വൽ ടു ഇതിൻ്റെ ടോട്ടൽ എഫിഷ്യൻസിയാണ് നമ്മൾ ഇതൊക്കെ കൂട്ടുമ്പോൾ വരുന്നത്. ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 7, 37 വരും. ക്ലിയർ? അപ്പോൾ A+B+Cൻ്റെ എഫിഷ്യൻസി എന്താണ്? 37/2 ആണ്. ഓക്കെ, 37/2 ആണ്. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? എന്താണ്? ടുഗദർ വർക്കിംഗ് ടുഗദർ ഹൗ മച്ച് ടൈം വിൽ ദേ ടേക്ക് ടു കംപ്ലീറ്റ് ദ വർക്ക്. സോ ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്താൽ അതിൻ്റെ എഫിഷ്യൻസി കിട്ടി. അപ്പോൾ ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി ചെയ്താൽ നമുക്ക് എന്താ? നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. ടോട്ടൽ വർക്ക് എത്രയാണ്? 180 ഡിവൈഡ് ബൈ എഫിഷ്യൻസി 37/2 ആണ്. അപ്പോൾ ഇതെങ്ങനെ കിട്ടും? 180 × 2 ഡിവൈഡ് ബൈ 37 കിട്ടും. ക്ലിയർ? ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റിയാലോ? അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? 360 ഡിവൈഡ് ബൈ 37. 360 ഡിവൈഡ് ബൈ 37. അപ്പോൾ ഇത് നമുക്കറിയാം 37 × 10 ആണ് എന്താ? 360. സോ ഇവിടെ എന്തായാലും 10 വരില്ല. 10ന് താഴെയുള്ള വാല്യൂ ആയിരിക്കും വരിക. അപ്പോൾ 10 എന്തായാലും വരില്ല. അപ്പോൾ ഇത് തെറ്റാ, ഇതും തെറ്റ്. 8ഉം വരില്ല, കാരണം കുറേ കുറവല്ലേ 8.
അപ്പോൾ അതും വരില്ല, 9 ആയിരിക്കും വരാൻ ചാൻസ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. 9 ചെയ്യുമ്പോൾ 37 ഇൻറ്റു, അതായത് നിങ്ങൾ 37 ഇൻറ്റു 9 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 333 ഇത്രയും കിട്ടും. സോ നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ 9 കിട്ടും, ബാക്കി 333 ആണ് 37 ഇൻറ്റു 9 വരുന്നത്. അപ്പോൾ റിമൈൻഡർ എത്ര വരും? റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് 27 വരും. സോ 27 ഡിവൈഡ് ബൈ 37 വരും. ഓപ്ഷൻ ഉണ്ടോ? 9 27 ഡിവൈഡ് ബൈ 37 ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെ ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ ഇത്രയും സ്റ്റെപ്പ് എഴുതുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ലെങ്തി ആയി തോന്നുന്നത്. നിങ്ങൾ പെട്ടെന്ന് കാൽക്കുലേഷനൊക്കെ പെട്ടെന്ന് ചെയ്താൽ നമുക്ക് സിമ്പിളായി സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നോക്കിയാൽ 6 men and 8 women could finish a work in 14 days, where 8 men and 12 women could finish the same work in 10 days. How much time would be taken to finish the same work one man alone? Clear? So ഇവിടെ നമ്മൾ എന്താ തന്നിട്ടുള്ളത്? നമുക്ക് തന്നത് അതുപോലെ എടുത്തെഴുതാം. 6 men plus 8 women എത്രയാണ്? എത്ര ഡേയ്സ്? 14 ഡേയ്സ് ആണ്. അതുപോലെ നെക്സ്റ്റ് എത്രയാണ്? 8 men പ്ലസ് 12 വുമൺ ഈക്വൽ ടു എത്ര ഡേയ്സ് ആണ്? 10 ഡേയ്സ് ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ കിട്ടി. നമ്മളിവിടെ മെന്നിൻ്റെ എഫിഷ്യൻസി മെന്നിനായിട്ട് എടുക്കുന്നു, അതായത് എം ആയിട്ട് എടുക്കുന്നു. മെന്നിൻ്റെ നമ്മളിവിടെ ചെയ്യുന്ന മെന്നിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എം ആണ്, വുമണിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്. ക്ലിയർ? അപ്പോൾ 6 ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി ചെയ്താൽ ടോട്ടൽ എത്ര വർക്ക്? അതായത് 6 മെന്നാണ്, ഇൻറ്റു എഫിഷ്യൻസി ചെയ്താൽ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടും അല്ലേ? 6 ഇൻറ്റു മെന്നിൻ്റെ എഫിഷ്യൻസി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടും. 8 ഇൻറ്റു വുമണിൻ്റെ എഫിഷ്യൻസി അപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടും. ഇപ്പോൾ രണ്ടുപേരും കൂടി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടും. ടോട്ടൽ വർക്ക് ചെയ്യാൻ എന്താ? ഇത്രയും ചെയ്താൽ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 14 ചെയ്താൽ കംപ്ലീറ്റ് ടോട്ടൽ വർക്ക് കിട്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എന്താ 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 6 ഇൻറ്റു മെന്നിൻ്റെ എഫിഷ്യൻസി എം പ്ലസ് 8 ഇൻറ്റു വുമണിൻ്റെ എഫിഷ്യൻസി ഡബ്ല്യു. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടിയിട്ട് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ്. 6 മെന്ന് ഒരു ദിവസം ചെയ്യുന്ന വർക്കോ 6 ഇൻറ്റു മെന്നിൻ്റെ എഫിഷ്യൻസി പ്ലസ് വുമണിൻ്റെ എഫിഷ്യൻസിയോ 8 ഇൻറ്റു വുമണിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ രണ്ടുപേരും കൂടി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടി. ഇനി അതിൻ്റെ കൂടെ അവർ എത്ര ദിവസം ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 14 ദിവസം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടി. അതുപോലെ നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷനോ, ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താ അവരുടെ ടോട്ടൽ വർക്ക് കാണാം. അതായത് 8 ഇൻറ്റു മെന്നിൻ്റെ എഫിഷ്യൻസി എം ആണ് പ്ലസ് 12 ഇൻറ്റു വുമണിൻ്റെ എഫിഷ്യൻസി ഡബ്ല്യു ആണ്. അപ്പോൾ അവർ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടി. ഇനി ഇൻറ്റു 10 ചെയ്താൽ ഇവരുടെ ടോട്ടൽ ചെയ്യുന്ന വർക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യത്തേലും ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചു, രണ്ടാമത്തേലും ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് രണ്ടും സെയിം ആയിരിക്കില്ലേ? അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇത് രണ്ടും സെയിം ആയിരിക്കും. ക്ലിയർ? അപ്പം ഇങ്ങനെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇനി എന്താ? ഇന്ന് എം ഈസ് ടു ഡബ്ല്യു, എമ്മിൻ്റെയും ഡബ്ല്യുവിൻ്റെയും എഫിഷ്യൻസി നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. എമ്മും ഡബ്ല്യു എന്താണ് അതിൻ്റെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റി സിംപ്ലിഫൈ ചെയ്യുന്നു. ഇത് കട്ട് ചെയ്യാം, എന്ത് കിട്ടും? 7 കിട്ടും, ഇത് 5 കിട്ടും. ഇനി ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 ഇൻറ്റു 6 42 എം പ്ലസ് 7 ഇൻറ്റു 8 56 ഡബ്ല്യു ഈക്വൽ ടു എന്താ? 40 എം പ്ലസ് 60 ഡബ്ല്യു. ക്ലിയർ? ഇത്രയും കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്യുന്നു? എം ഒരു സൈഡിൽ കൊണ്ടുപോകുന്നു, ഡബ്ല്യു ഒരു സൈഡിൽ കൊണ്ടുപോകുന്നു. സോ 40 എം ഇങ്ങോട്ട് വന്നാൽ 42 മൈനസ് 40 എം 2 എം ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 4 ഡബ്ല്യു എന്ന് കിട്ടുന്നു. ക്ലിയർ? അപ്പോൾ ഇവിടുന്ന് എം ബൈ ഡബ്ല്യു എന്ത് കിട്ടുന്നു? എം ബൈ ഡബ്ല്യു ഈക്വൽ ടു നമുക്ക് 2/1 എന്ന് കിട്ടുന്നു. ക്ലിയർ? ഇത് മീൻ ചെയ്യുന്നത് എന്താ? എമ്മിൻ്റെ എഫിഷ്യൻസി 1 ആണ്, എമ്മിൻ്റെ എഫിഷ്യൻസി 2 ആണ്, ഡബ്ല്യു എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കാം. ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുന്നു. അതായത് നമ്മൾ ഇതെടുക്കുന്നു, ഈ ഇക്വേഷൻ എടുക്കുന്നു. 6 ഇൻറ്റു എമ്മിന് പകരം എന്താ ഇവിടുത്തെ 2 കൊടുക്കുന്നു പ്ലസ്, അതായത് നമ്മൾ ടോട്ടൽ വർക്ക് ഇപ്പോൾ കണ്ടുപിടിക്കുന്നു. ടോട്ടൽ വർക്ക് എന്താണ്? 6 ഇൻറ്റു മെന്നിൻ്റെ എഫിഷ്യൻസി 2 ആണ് പ്ലസ് 8 ഇൻറ്റു വുമൻ്റെ എഫിഷ്യൻസി 1 ആണ് ഇൻറ്റു 14. ഇത് ചെയ്തു, ഇത്രയും ചെയ്തില്ലേ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ വർക്കാണ് ഇത്. ടോട്ടൽ വർക്കാണ് ഇപ്പോൾ കിട്ടിയത്. ഓക്കെ, ഇത് ടോട്ടൽ വർക്ക് അല്ലേ? അതുപോലെ 1 men വർക്ക്, അതായത് ഒരു മെന്ന്, അതായത് എന്താ ഇവിടെ ഒരു മെന്നാണ് പറയുന്നത്. സോ ഒരു മെന്നിന് വർക്ക് ചെയ്യാൻ എത്ര വേണം? അപ്പോൾ
അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ ടോട്ടൽ വർക്ക്, ഇതിൽ തന്നെ നമ്മൾ ടോട്ടൽ വർക്ക് നോക്കിയേ, 6 × 2 12 + 8 × 14. സോ 20 × 14 280 ആണ് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടിയത്. ടോട്ടൽ വർക്ക് കിട്ടി, ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ നമ്പർ ഓഫ്, അതായത് നമ്മളെന്താ മെന്നിൻ്റെ എഫിഷ്യൻസിയിൽ കണ്ടുപിടിക്കണ്ടേ, മെന്ന് എത്ര ഡേയ്സ് ആണെന്ന് ഫൈൻഡ് ചെയ്യണ്ടേ. അപ്പോൾ ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ചെയ്താൽ മതി. ടോട്ടൽ വർക്ക് എത്രയാ, 280 ഡിവൈഡ് ബൈ ഒരു മെന്ന് മാത്രമേ ഉള്ളൂ, അപ്പോൾ ഒരു മെൻ 1 m. എമ്മിൻ്റെ എഫിഷ്യൻസി എന്താണ്, എമ്മിൻ്റെ എഫിഷ്യൻസി 2 ആണ്. സോ 140 ഡേയ്സ് ആണ് നമുക്ക് ആൻസർ കിട്ടുക. 140 ഡേയ്സ് ആൻസർ. ക്ലിയർ? ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ്, a group of men decided to complete a work in 10 days, but 5 of them remained absent. If the rest of the group complete the work in 12 days, find the original number of men. So ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താ, നമ്മൾ നേരത്തെ ആദ്യം ഒരു ഇക്വേഷൻ പറഞ്ഞില്ലേ, എന്താ, m1 d1 h1 e1 ഡിവൈഡ് ബൈ w1 ഈക്വൽ ടു m2 d2 h2 e2 ഡിവൈഡ് ബൈ w2. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ ഇല്ലാത്ത വാല്യൂ നമുക്ക് ഇല്ലാത്ത വാല്യൂ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എന്താ പേഴ്സൺ, ഡി എന്ന് പറഞ്ഞാൽ ഡേ, എച്ച് അവർ എഫിഷ്യൻസി, അതുപോലെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്കാണ്. ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻ വരുന്നത്, ഐ മീൻ ഫോമുല വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ മാത്രം നമ്മൾ എടുത്താൽ മതി. ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, എ ഗ്രൂപ്പ് ഓഫ് മെൻ ഡിസൈഡ് ടു കംപ്ലീറ്റ് എ വർക്ക് ഇൻ 10 days. 10 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്താ ഇവിടെ എടുക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, m1 d1 ഈ മാത്രമേ ഉള്ളൂ. മെൻ എത്രയാണ്, അതായത് പേഴ്സൺ എത്രയാണ്, ഡേ എത്രയാണ്, ഈക്വൽ ടു m2 d2 ആണ് എടുക്കേണ്ടത്. ഇവിടെ പറയുന്നു നമ്പർ ഓഫ് പേഴ്സൺ, എത്രയോ നമ്പർ ഓഫ് പേഴ്സൺ, അതിനെ നമ്മൾ m എടുക്കുന്നു, നമുക്കറിയില്ല. അവർ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക്, സോ ഇൻറ്റു 10 ദിവസം, ഇതാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഈക്വൽ ടു എന്താ, ബട്ട് 5 of them remain absent. അപ്പോൾ ഇതിൽ m എന്ന് എത്രയാ, 5 പേര് പോയി. ഇഫ് ദ റെസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പ് കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 12 days. അപ്പോൾ ഇവരെത്രയാ, m-5 എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, 12 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. സോ ആദ്യത്തെ ആൾക്കാർ ചെയ്യുന്ന വർക്കും രണ്ടാമത്തെ ആൾക്കാർ ചെയ്യുന്ന വർക്കും സെയിം ആണ്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്തത്. ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി എന്താ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ ആയി. അപ്പോൾ ഇവിടെ 12m മൈനസ് എന്താ 60, ഇവിടെ 10m. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 60 ഈക്വൽ ടു 2m എന്നാണ് കിട്ടും. അപ്പോൾ m ഈക്വൽ ടു എന്താ 30 ആണെന്ന് കിട്ടും. അപ്പോൾ m നമ്മൾ ആദ്യം എന്താണ് എടുത്തത്, m എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇനിഷ്യൽ എത്ര ആൾക്കാരുണ്ടെന്നാണ് ചോദിക്കുന്നത്. സോ ഇനിഷ്യൽ എത്രയാണ്, 30% ആണുള്ളത്, 30 men ആണുള്ളത്. സോ ആൻസർ എന്താ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ്, 12 men can complete a task in 16 days. അപ്പോൾ 12 men 16 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. 32 women can complete the same task in 12 days. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത സെയിം ആണ്. എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്രയാ, 12 men. സോ 12 men can complete a work in എത്രയാണ്, 16 days. 12 ഇൻറ്റു മെന്നിൻ്റെ എഫിഷ്യൻസി m ആണ്. അപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടി, ഇൻറ്റു 16 days ടോട്ടൽ വർക്ക് കിട്ടി എന്ന് പറയുന്നതും എത്രയാ, 32 വുമൺ അല്ലേ, 32 വുമൺ ക്യാൻ കംപ്ലീറ്റ് ദ സെയിം ടാസ്ക് ഇൻ 12 days. അപ്പോൾ 32 വുമൺ ഒരു ദിവസം വുമൻ്റെ എഫിഷ്യൻസി എന്താ, W. അപ്പോൾ 32 വുമൻ്റെ W 32 ഇൻറ്റു W. അപ്പോൾ അവർ 32 ആൾക്കാർ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടി, ഇൻറ്റു 12 ചെയ്താൽ ടോട്ടൽ വർക്ക് കിട്ടി. സോ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഇനി എന്താ പറയുന്നത്, 8 men and 8 women together work for 12 days. ഓക്കെ, ആഫ്റ്റർ വെച്ച് അതായത് ആദ്യം നമ്മൾ ഇത്രയും കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ, മെന്നിൻ്റെയും വുമൻ്റെയും എഫിഷ്യൻസി കണ്ടുപിടിക്കാം. സോ ഒന്നുമില്ല, എന്താ, ഇവിടുന്ന് നമ്മൾ കോമൺ ആയിട്ടുള്ള ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം, 2 കിട്ടും. സോ മെൻ ബൈ വുമൺ എന്ന് പറയുന്നത് 2/1 ആണെന്ന് കിട്ടും. ക്ലിയർ? ഇത് നമുക്ക് ഇനിഷ്യലി കിട്ടി. ഇനി സെക്കൻഡ് നമുക്ക് പറയുന്നു 8 men and 8 women together worked for 12 days. അപ്പോൾ 8 men പ്ലസ് 8 women, മെന്ന് 8 ഇൻറ്റു മെന്നിൻ്റെ എഫിഷ്യൻസി, മെന്നിൻ്റെ ടോട്ടൽ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടി, പ്ലസ്
8 ഇൻറ്റു വുമണിൻ്റെ എഫിഷ്യൻസി W. അപ്പോൾ അവർ ടോട്ടൽ ചെയ്യുന്ന വർക്ക് കിട്ടി. രണ്ടും ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ വർക്ക് കിട്ടി. ഇൻറ്റു 12 നമ്മൾ ചെയ്യണം. 12 ഡേ അവർ വർക്ക് ചെയ്തു. പ്ലസ് പിന്നെന്താ, ആഫ്റ്റർ വെച്ച് വുമൺ ഡ്രോപ്പ്ഡ് ആൻഡ് 8 മെൻ, പിന്നെ 8 മെൻ അവരെ കൂടെ ചേർന്നു. സോ 8 മെൻ പ്ലസ് 8 മെൻ ആണ് വീണ്ടും വരിക ജോയിൻഡ്. ഇൻ ഹൗ മെനി ഡേയ്സ്, അപ്പോൾ ഡേ നമുക്കറിയില്ല, ഡേ ഈക്വൽ ടു ഇത് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് എന്താ കിട്ടി, ടോട്ടൽ വർക്ക് കിട്ടിയില്ലേ. അതായത് ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 8 മെന്ന് പ്ലസ് 8 വുമൺ. അപ്പോൾ 8 എം പ്ലസ് 8 W എന്ന് ചെയ്താൽ അവർ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടി. ഇൻറ്റു 12 ചെയ്താൽ 12 ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടി. 12 ദിവസം കഴിഞ്ഞിട്ട് എന്താ, 8 മെന്നും വീണ്ടും ഒരു 8 മെന്നും കൂടെ വന്നു. അപ്പോൾ 8 എം പ്ലസ് 8 എം, 8 മെന്ന് ചെയ്യുന്ന വർക്ക്, ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടി. ഇൻറ്റു ബാക്കിയുള്ള ഡേ ചെയ്താൽ ബാക്കിയുള്ള ഡേ ചെയ്യുന്ന വർക്കും കിട്ടി. അപ്പോൾ ആദ്യം 12 ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടി, പിന്നെ ഡേ ചെയ്യുന്ന വർക്ക് കിട്ടി. രണ്ടും കൂട്ടിയാൽ ടോട്ടൽ വർക്ക് കിട്ടും. അപ്പോൾ ഈ ടോട്ടൽ വർക്ക് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. എന്താണ്, ഫസ്റ്റ് തന്നെ കണ്ടുപിടിച്ചു. എന്താണ്, 32 W. നമ്മളിവിടെ എടുക്കാം 32 W ഇൻറ്റു 12. ഇതല്ലേ ടോട്ടൽ വർക്ക്, നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് ടോട്ടൽ വർക്ക്. ഇനിയൊന്നുമില്ല, നമ്മൾ എഫിഷ്യൻസി എത്രയാ, ഇതിൽ എഫിഷ്യൻസിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എം എന്താണ്, M2 ആണ്, W1 ആണ്. M2 W1, MW1. ക്ലിയർ. ഇനി ഇത് ചെയ്താൽ M ഇൻറ്റു 2 എത്രയാ, 16 പ്ലസ് 8 24 ഇൻറ്റു 12. ക്ലിയർ. ഞാൻ ചെയ്യേണ്ടല്ലോ, ഓരോ സ്റ്റെപ്പ് എഴുതണ്ടല്ലോ. ഇവിടെ നോക്കിയേ, M ഇൻറ്റു 2, അപ്പോൾ 16 പ്ലസ് M എന്താണ്, 2 ആണ്, 1 അല്ല 2 ആണ്. സോ 16 പ്ലസ് 16 32 M ആണ് കിട്ടുക, 32 ആണ് കിട്ടുക. 32 ഇൻറ്റു D ഈക്വൽ ടു എന്താ, 32 ഇൻറ്റു 12, 32 ഇൻറ്റു 12 ഇത്രയും കിട്ടും. ഇനി എന്ത് ചെയ്യാം, ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ ആൻസർ ആയി. സോ ഇതിൽ കോമൺ ആയിട്ട് നമുക്ക് 8 കൊണ്ട് കട്ട് ചെയ്തുകൂടെ, എല്ലാത്തിലും കോമൺ ആയിട്ട് 8 ഉണ്ട്. സോ ഇവിടെ 8 കൊണ്ട് ചെയ്യുമ്പോൾ 4 കിട്ടും, ഇവിടെ 8 കൊണ്ട് ചെയ്യുമ്പോൾ 4 കിട്ടും, ഇവിടെയോ 8 കൊണ്ട് ചെയ്യുമ്പോൾ 3 കിട്ടും. ഇനി കോമൺ ആയിട്ട് എത്രയുണ്ട്, ഇനി കോമൺ ആയിട്ട് നമുക്ക് 4 കൊണ്ട് ചെയ്യാം. 4 കൊണ്ട് ചെയ്യുമ്പോൾ ഇത് ഈ 4 കട്ടായി, ഈ 4 കട്ടായി, ഇവിടെ 3 വന്നു. ക്ലിയർ. ഇനി D എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ എന്താ കിട്ടി, 9 പ്ലസ് D ഈക്വൽ ടു 12 കിട്ടി. സോ D ഈക്വൽ ടു എന്താ, 12 മൈനസ് 9 ഈക്വൽ ടു 3 ആണെന്ന് കിട്ടി. 3 ഡേയ്സ്. ആൻസർ എന്താ, 3 ഡേയ്സ്. ക്ലിയർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 2/5 ഓഫ് എ സെറ്റ് ഓഫ് നോട്ട് ബുക്ക് ഈസ് സോൾഡ് ഓൺ ദ ഫസ്റ്റ് ഡേ. 2/4 ആദ്യം വിറ്റു, പിന്നെ റിമൈനിങ്ങിൻ്റെ 3/4 ഓഫ് ദ റിമൈനിങ് വാസ് സോൾഡ് ഓൺ ദ സെക്കൻഡ് ഡേ. If there are still 75 notebook left, then how many notebook were put up for sale? അപ്പോൾ നമ്മളൊന്നുമില്ല, നമുക്കിവിടെ അസ്യൂം ചെയ്യാം എന്തൊക്കെയാണുള്ളത്. 2/5 ഉണ്ട്, അപ്പോൾ 2/5 ആണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു 100 ആണെന്ന് അസ്യൂം ചെയ്യാം. ടോട്ടൽ ബുക്ക് 100 ആണ് അസ്യൂം ചെയ്തു. അപ്പോൾ ഇതിൻ്റെ 2/5 എന്തായി, വിറ്റ് കഴിഞ്ഞു. സോ 2/5 അതായത് 100/5 എന്ന് പറയുന്നത് എത്രയാണ്, 20 ആണ്. അപ്പോൾ 100/2/5 40 ആണ്. സോ 40 ഫസ്റ്റ് ഡേ വിറ്റു. റിമൈനിങ് എത്രയാണ്, റിമൈനിങ് 60 ആണ്. അതിലെത്രയാണ്, ആ 60ൻ്റെ 3/4 സെല് ചെയ്തു. സോ 60 ഇൻറ്റു 3/4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 15 ഇൻറ്റു 3 എന്ത് കിട്ടും, 45. സോ 45 രണ്ടാമത് വിറ്റു. സോ ഇഫ് ദർ ആർ സ്റ്റിൽ 75, അപ്പോൾ ഇപ്പോൾ എത്രയാ, ഇതാണ് നമ്മൾ സെല് ചെയ്തത് ഇതാണ്. സോ ടോട്ടൽ 85 ആണ് വിറ്റുപോയത്. ക്ലിയർ. 85 വിറ്റുപോയി. ബാക്കി റിമൈനിങ് എത്രയാണ്, 15 ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നു നമ്മൾ ഈ 15 എന്നൊക്കെ 100 എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ ഈ 15 എന്താ, അസ്യൂം ചെയ്ത വാല്യൂ ആണ്. സോ ആക്ച്വൽ വാല്യൂ എന്താ, 75 ആണ്. സോ ആക്ച്വൽ വാല്യൂ ഈ 15 എന്ന് പറയുന്നത് 75ന് തുല്യമായിരിക്കും. നമുക്കെന്താ, ടോട്ടൽ സെല് ചെയ്ത വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ടോട്ടൽ സെല് ചെയ്ത എത്രയാണ്, അതായത് ഇനിഷ്യലി എത്രയാണ് സെല്ല് ചെയ്യാൻ, അതായത് അയാളുടെ കയ്യിൽ ഇനിഷ്യലി എത്ര ഉണ്ടായത്, 100 ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. ക്ലിയർ. അപ്പോൾ ഈ 15 എന്ന് പറയുന്നത് 75 ആയി. അപ്പോൾ 100 എന്ന് പറയുന്നത് എന്താണ്, 75/15 ഇൻറ്റു 100. അപ്പോൾ അത് എല്ലാവർക്കും കാണാൻ അറിയാമല്ലോ. 75/15 എന്ന് പറഞ്ഞാൽ 5 കിട്ടും. സോ 5 ഇൻറ്റു 100 500 ആണെന്ന് കിട്ടും. ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സോ ഇവിടെ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്. അതായത് 15 എന്ന് പറയുന്നത് 75 ആണ്. നമുക്കെന്താ 100 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, 75/15 ആയിരിക്കും. നമുക്ക് 100 കണ്ടുപിടിക്കണം.
അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 100 മൾട്ടിപ്ലൈ ചെയ്താൽ 100ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. സോ അപ്പോൾ ഇവിടെയും 100 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം അങ്ങനെയാണ് 75/15 × 100 ചെയ്യാം. സോ അങ്ങനെയാണ് ഇവിടെ പറയുന്നത് ഇത് കിട്ടുക. ക്ലിയർ? ഓക്കെ, അപ്പോൾ സിമ്പിൾ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് ശരിക്കും? അതായത് നമ്മളിങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഒരു റെസ്പോണ്ടും കൂടെ ആവശ്യമാണ്. ക്ലിയർ? അപ്പോൾ എന്താണ് ആൻസർ 500 ആണ് കിട്ടുക. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ്? എക്സ് ആൻഡ് വൈ ക്യാൻ കംപ്ലീറ്റ് എ സർട്ടൻ വർക്ക് ഇൻ 18 ഡേയ്സ്. അപ്പോൾ 18 ഡേയ്സ് ആൻഡ് 30 ഡേയ്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 18 ഡേയ്സും വൈ എന്ന് പറയുന്നത് 30 ഡേയ്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇനി പറയുന്നു സെഡ് 50% മോർ എഫിഷ്യൻറ്റ് ദാൻ വൈ എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം നമുക്ക് വൈൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. അതിന് മുന്നേ നമുക്ക് എന്താ, ഇത് നമ്പർ ഓഫ് ഡേയ്സ് ആണ്, നമുക്ക് എഫിഷ്യൻസി വേണം, പിന്നെന്താ ടോട്ടൽ വർക്ക് വേണം. ടോട്ടൽ വർക്കിന് നമ്മൾ എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കണം. അപ്പോൾ LCM കണ്ടുപിടിക്കാൻ എന്താ, 18ൻ്റെയും 30ൻ്റെയും LCM എന്താ, നമുക്ക് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയാൽ 90 നോക്കിയാൽ 18 × 5 ആണ് 90, 30 × 3 ആണ് 90. സോ ടോട്ടൽ എഫിഷ്യൻസി നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഇത്രയാണ് എഫിഷ്യൻസി കിട്ടുക. ഇനി അടുത്ത സ്റ്റേജിൽ പറയുന്നത് എന്താ, സെഡ് എന്ന് പറയുന്നത് എന്താ, സെഡ് എന്ന് പറയുന്നത് എത്രയാണ്? 50% മോർ എഫിഷ്യൻറ്റ് ദാൻ വൈ. വൈൻ്റെ എഫിഷ്യൻസി 3 ആണ്, അതിൻ്റെ 50% എന്ന് പറഞ്ഞാൽ 1.5 ആണ് ടോട്ടൽ. അപ്പോൾ സെഡിൻ്റെ എഫിഷ്യൻസി 4.5 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടുക. ഇനി എന്താ, സെഡ് ആൻഡ് വൈ സ്റ്റാർട്ട് ദ, അപ്പോൾ ഇത്രയും നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സെഡ് ആൻഡ് വൈ സ്റ്റാർട്ട്, അതായത് സെഡ് വൈയും സ്റ്റാർട്ട് ചെയ്തു. വർക്ക് പുട്ട് ബോത്ത് ഹാഡ് ടു ലീവ് ആഫ്റ്റർ 4 ഡേയ്സ്. അപ്പോൾ 4 ദിവസം സെഡ് പ്ലസ് വൈ വർക്ക് ചെയ്തു. സെഡ് എത്രയാണ്? 4.5, വൈ എത്രയാണ്? 3. സോ ടോട്ടൽ 7.5 ആണ് അവർ ഒരു ദിവസം കൊണ്ട് വർക്ക് ചെയ്യാം. അപ്പം അങ്ങനെ എത്ര ദിവസം വർക്ക് ചെയ്തു? 4 ദിവസം വർക്ക് ചെയ്തു. സോ ടോട്ടൽ എത്രയാണ്? 28ഉം 2ഉം 30 വർക്ക് അവർ ചെയ്തു. 30 വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്തു. ക്ലിയർ? ഇനി എന്ത് ചെയ്യണം? റിമൈനിങ് വർക്ക്, ദ റിമൈനിങ് വർക്ക് വാസ് കംപ്ലീറ്റഡ് ബൈ എക്സ് വിത്ത് ദ assistance of P in the next 4 days. So remaining work എത്രയാ? remaining work എത്രയാണ്? 60 അല്ലേ? ടോട്ടൽ 90 ആണ്, 30 ചെയ്തു, റിമൈനിങ് 60 ആണ്. ആ 60 വർക്ക് ചെയ്യുന്ന എത്രയാണ്? 60 വർക്ക് ചെയ്യാൻ എത്ര ഡേയ്സ് എടുത്തു? 4 ഡേയ്സ് എടുത്തു. ക്ലിയർ? അപ്പോൾ ആരൊക്കെയാണ്? എക്സും, അതായത് 60 വർക്ക് ചെയ്യാൻ 4 ഡേയ്സ് എടുത്തു. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി 60 വർക്ക് ചെയ്യാൻ 4 ഡേയ്സ് ആണെങ്കിൽ ഒരു ദിവസത്തെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എന്താ, നമ്മളിവിടെ എഫിഷ്യൻസിയാണ് ഫൈൻഡ് ചെയ്യുന്നത്. സോ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ, ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. അപ്പോൾ 60 ടോട്ടൽ വർക്ക്, അതായത് റിമൈനിങ് വർക്ക് 60 ആണ്, ബൈ 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ 4 ഇട്ടു. അപ്പോൾ ടോട്ടൽ നമുക്ക് 15 ആയിരിക്കണം എഫിഷ്യൻസി വരേണ്ടത്. 15 ആയിരിക്കണം എഫിഷ്യൻസി വരേണ്ടത്. ക്ലിയർ? അപ്പോൾ ആരൊക്കെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്? എക്സ് വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് പി. അപ്പോൾ എക്സ് പ്ലസ് പി ആണ് 15 വരേണ്ടത് എഫിഷ്യൻസി ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. എക്സിൻ്റെ എത്രയാണ്? 5 ആണ്. അപ്പോൾ പിൻ്റെ എത്രയായിരിക്കും? പിൻ്റെത് 10 ആയിരിക്കും. സോ പിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 10 ആണ്. ഇനി എന്താ ചോദിക്കുന്നത്? പി എലോൺ ക്യാൻ കംപ്ലീറ്റ് ദ ഒറിജിനൽ വർക്ക്. ഒറിജിനൽ വർക്ക് എത്രയാ? 90. പിൻ്റെ എഫിഷ്യൻസി എത്രയാ? 10. സോ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാ? 9 ഡേയ്സ്. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പോൾ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതെല്ലാം ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 28 days of food item are available for 1200 സോൾജേഴ്സ് പോസ്റ്റഡ് ഇൻ എ ഫോർട്ട്. ക്ലിയർ? അപ്പോൾ 28 ദിവസത്തേക്കുള്ള ഫുഡ് ഉണ്ട് 1200 ആൾക്കാർക്ക് വേണ്ടി. ക്ലിയർ? അപ്പോൾ ടോട്ടൽ എത്ര ഫുഡ് ഉണ്ടാവും? ടോട്ടൽ എത്രയാ? 28 ഡേയ്സിലുള്ള ഫുഡ്. അപ്പോൾ ഇവിടെ നമ്മളൊന്നുമില്ല, 1200 × 28 ചെയ്താൽ ടോട്ടൽ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ക്ലിയർ? ഇനി ആഫ്റ്റർ 4 days സം സോൾജേഴ്സ് ലെഫ്റ്റ് ദ ഫോർട്ട് ഡ്യൂ ടു വിച്ച് ദ അവൈലബിൾ ഫുഡ് ഐറ്റം ലാസ്റ്റ് ഫോർ 32 days. അപ്പോൾ നമുക്കിപ്പോൾ ടോട്ടൽ കിട്ടി. ഇനി എന്ത് ചെയ്തു? 1200 ആൾക്കാർ 4 ദിവസം കഴിച്ചു. പിന്നെ എന്ത് ചെയ്തു? കുറച്ച് ആൾക്കാർ പോയി. എത്രയാ? സം സോൾജേഴ്സ്, അതറിയില്ല. അപ്പോൾ കുറച്ച് ആൾക്കാർ പോയി, ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ എം എന്ന് വിളിക്കാം. കുറച്ച് ആൾക്കാർ പോയി, അവർക്ക് എത്രയാ? ബാക്കി ഫുഡ് 32 ഡേയ്സിന് പറ്റും. ക്ലിയർ? അപ്പോൾ ബാക്കി ഫുഡ് 32 ഡേയ്സിന് പറ്റും.
അപ്പം ആദ്യം ഉള്ളത് നമുക്ക് എത്രയാ 1200 ആൾക്കാർ 28 ദിവസത്തേക്ക് പറ്റും. സോ ടോട്ടൽ എത്രയാ 1200 × 28. ക്ലിയർ? ഇനി 1200 പേര് 4 ദിവസം കഴിച്ചു. സോ 1200 × 4 ചെയ്താൽ 4 ദിവസത്തെ കിട്ടി. പ്ലസ് നമുക്കതാ ഇപ്പുറം സൈഡിൽ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ എന്താ ഉള്ളത്? ടോട്ടൽ 1200 ആൾക്കാർ 28 ദിവസം കഴിച്ച സാധനം ഇതാണ് ഉള്ളത്. ഈക്വൽ ടു എന്താണ്? 1200 ആൾക്കാർ 4 ദിവസം കഴിച്ചു പ്ലസ് എത്ര ബാക്കിയുള്ള ആൾക്കാർ കുറച്ചാൾ പോയി, ബാക്കിയുള്ള ആൾക്കാർ എത്ര? എം ആണ്. ആ എം ആൾക്കാർ 32 ദിവസം കഴിക്കാനുള്ള ഫുഡ് ഉണ്ട്. സോ എം × 32 ചെയ്താൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് ആയി. ഇനി എന്താ ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ആയി. സിംപ്ലിഫൈ എങ്ങനെ ചെയ്യാം? ആദ്യം തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടുന്ന് 28 1200. സോ നിങ്ങൾ നോക്കിയാൽ ഇവിടെ 28 × 1200 റൈറ്റ് സൈഡിൽ എന്താ 28 × 4. സോ ആ 28 × 4 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് ആവില്ലേ? സോ ഇന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര? 24 × 1200 എന്ന് കിട്ടും. ക്ലിയർ? 28 എന്ന് 4 പോയി, ഇപ്പുറം ഉള്ളത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 28 × 1200 എന്ന് കിട്ടി. ഈക്വൽ ടു എന്താ? 32 എം ആണെന്ന് കിട്ടി. ഇനി എം എന്ന് പറഞ്ഞാൽ എന്താ? റിമൈനിങ് പേഴ്സൺ ആണ്, സോൾജേഴ്സ് ആണ്. സോ എം എന്ന് പറഞ്ഞാൽ 24 × 1200 / 32. സോ ആദ്യം നമ്മൾ ഇതിനെ എങ്ങനെ കട്ട് ചെയ്യാം? ഏത് വെച്ച് കട്ട് ചെയ്യാം? 8 കൊണ്ട് കട്ട് ചെയ്താൽ എന്താ? 4 കിട്ടും, ഇവിടെ 3 കിട്ടും. സോ ഇവിടെ കട്ട് ചെയ്തു 4 കിട്ടി. 4 കൊണ്ട് കട്ട് ചെയ്താൽ 3 കിട്ടും. ക്ലിയർ? 3 × 3 9. 900 ആൾക്കാരാണ് റിമൈനിങ് ഉള്ളത്. ക്ലിയർ? ഇവിടെ ചോദിച്ചെന്താ? ഹൗ മെനി സോൾജേഴ്സ് ലെഫ്റ്റ്. അപ്പം ആദ്യം 1200 ആൾക്കാരാണ് ഉള്ളത്, റിമൈനിങ് 900 ആൾക്കാരുള്ള ഉള്ളത്. അപ്പം എത്ര ആൾക്കാർ പോയി? 300 ആൾക്കാരാണ് പോയത്. ക്ലിയർ? അപ്പം 300 ആൾക്കാരാണ് ലെഫ്റ്റ് ആയിട്ടുള്ളത്, ലെഫ്റ്റ് ചെയ്തത്. 300 ആൾക്കാർ പോയി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പൈപ്പ് ക്യാൻ ഫിൽ എ എംപ്റ്റി പൂൾ ഇൻ 14 hours. അപ്പോൾ എ പൈപ്പ് ക്യാൻ ഫിൽ എത്രയാ? 14 hours. ടുഗദർ വിത്ത് ബി. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് ക്യാൻ ഫിൽ എംപ്റ്റി പൂൾ ഇൻ 12 hours ആണ്. സോ പൈപ്പ് ബി ക്യാൻ ഫിൽ ദ എംപ്റ്റി പൂൾ. ഒന്നുമില്ല, നമ്മൾ സാധാരണ മറ്റേ എന്താ ടൈം ആൻഡ് വർക്കിൽ ചെയ്ത സെയിം സംഭവമാണ്. ഇതിൻ്റെ LCM ഫൈൻഡ് ചെയ്യാം. എങ്ങനെയാണ് LCM ഫൈൻഡ് ചെയ്യാം? സിമ്പിൾ അല്ലേ? LCM അറിയാത്തവർ എന്ത് ചെയ്യാം? വലിയ നമ്പർ മാറ്റി വെച്ചു 14, ചെറിയ ബാക്കിയുള്ള നമ്പറിനെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഇത് 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 6 കിട്ടും, 7 കിട്ടും. സോ ന്യൂമറേറ്റർ മാത്രം എടുക്കുക, 6 മാത്രം മതി. × 6 ചെയ്തു. സോ എന്താ? 14 × 6 10 × 6 60, പിന്നെ ഒരു 24 കൂടെ. സോ 84 ആണ് നമുക്ക് എഫിഷ്യൻസി കിട്ടുക. അങ്ങനെയാ 84 ആണ് ടോട്ടൽ കിട്ടുക, വർക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്താണ്? 14 × 6 12 × 7. ക്ലിയർ? ഇനിയോ? ഇനി എന്ത് ചെയ്യുന്നു? അപ്പോൾ ബീൻ്റെ എന്തായിരിക്കും? ഇവിടെ ബി മാത്രമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ ബീൻ്റെ മാത്രമാണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് 7 ആണ്, എ മാത്രം 6 ആണ്. അങ്ങനെയാണെങ്കിൽ ബി എന്താ? 1 ആണ്. എ പ്ലസ് ബി എ മൈനസ് ചെയ്താൽ ബി കിട്ടില്ലേ? സോ ബി എന്ന് പറയുന്നത് 1 ആണ്. സോ ബി പൈപ്പ് ബി ക്യാൻ ഫിൽ ദ എംപ്റ്റി ടാങ്ക്. ബി എത്ര ദിവസം എടുക്കും? ടോട്ടൽ എഫിഷ്യൻസി, ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റി എന്ന് കൊടുക്കുക. ടോട്ടൽ കപ്പാസിറ്റി ഡിവൈഡ് ബൈ അവരുടെ എഫിഷ്യൻസി എത്രയാ? 84 / 1 = 84 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2/5 part of a tank is filled with water. ഓക്കെ, എ പൈപ്പ് ക്യാൻ ഫിൽ ഇറ്റ് ഇൻ, അതായത് എംപ്റ്റി ടാങ്ക് ആണ് ഇവിടെ പറയുന്നത്. പൈപ്പ് ക്യാൻ ഫിൽ ടാങ്ക് ഇൻ 10 minutes. വൈ പൈപ്പ് ക്യൂ ക്യാൻ എംപ്റ്റി ടാങ്ക് ഇൻ എത്രയാണ്? 6 minutes. അപ്പോൾ പിക്ക് ഫില്ല് ചെയ്യാൻ എത്ര ഡേയ്സ് ആണ് വേണ്ടത്? 10 days വേണം. ക്യൂവിന് എംപ്റ്റി ചെയ്യാൻ എത്ര? 6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 30 ആയിട്ട് എടുക്കാം. ഇവിടെ 3 ആണ് എഫിഷ്യൻസി, ഇവിടെ -5 ആണ് എഫിഷ്യൻസി. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടിയാൽ ഒരുമിച്ച് ഓപ്പൺ ചെയ്താൽ എത്ര കിട്ടും? -2 ആണ് കിട്ടുക. ക്ലിയർ? ഇഫ് പി ആൻഡ് ക്യൂ ആർ ഓപ്പൺഡ് ടുഗദർ ദെൻ ഇൻ ഹൗ മച്ച് ടൈം ടേക്കൺ ടു എംപ്റ്റി ദ ടാങ്ക്. അതായത് ഇത്രയുള്ള ടാങ്കിൽ നമുക്ക് ഇവിടെ തന്നത് എന്താണെന്ന് വെച്ചാൽ എംപ്റ്റി ആയിട്ടുള്ള ടാങ്ക് ഫില്ല് ചെയ്യാനും അതായത് ഫില്ലായിട്ടുള്ള ടാങ്ക് എംപ്റ്റി ചെയ്യാനുള്ളത് ടൈമാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി 2/5 എന്താണ് പാർട്ട് ഫില്ലായിട്ടുണ്ട്. ക്ലിയർ? അത് എന്താണ്? ഇഫ് പി ആൻഡ് ക്യൂ ഓപ്പൺ ടുഗദർ ദെൻ ഇൻ ഹൗ മച്ച് ടൈം ടാങ്ക് വിൽ
എം ടിയുടെ, അതായത് എന്താ ഇപ്പം രണ്ടും ഒരുമിച്ച് ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്താണ് എം ടി ചെയ്യുന്നതല്ലേ, -2 അല്ലേ ഇവിടെ കിട്ടിയേ, -2 ആണ് കിട്ടിയത്. അപ്പോൾ രണ്ടും ഒരുമിച്ച് ഓപ്പൺ ചെയ്താൽ 1 അവറിൽ ഇത്രയും എന്താ 1 മിനിറ്റ് ആണ്, ഇവിടെ മിനിറ്റ് പറഞ്ഞുകൊണ്ട് 1 മിനിറ്റിൽ നമുക്ക് ഇത്രയും എം ടി ആവും. ക്ലിയർ? അപ്പോൾ നമ്മളോട് ഓൾറെഡി 2/5 പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലിയർ? 2/5 നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30ന്റെ 2/5 എത്ര ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുള്ളത്? നമുക്ക് നോക്കിയാൽ 12 ലിറ്റർ ഇപ്പോൾ കംപ്ലീറ്റ് ആയി, 12 ലിറ്റർ ഇപ്പോൾ നിറഞ്ഞിട്ടുണ്ട്, ടാങ്കിൽ 12 ലിറ്റർ നിറഞ്ഞിട്ടുണ്ട്. ഇനി ടാങ്ക് ഓപ്പൺ 2 പൈപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ കൂടുതൽ പുറത്തേക്കാണ് പോകുന്നത്. ഒന്നിൽ 3 ലിറ്റർ വരും, മറ്റേൽ 5 ലിറ്റർ പുറത്തു പോകും. അപ്പോൾ രണ്ടും ഒരുമിച്ച് ഓപ്പൺ ആക്കുമ്പോൾ അത് രണ്ടും കൂടുമ്പോൾ എത്രയാ 2 ലിറ്റർ ആണ് പുറത്തു പോകുന്നത്. സോ ടോട്ടൽ എത്ര ടൈം എടുക്കുന്നു വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് എത്രയാ 12, ഓൾറെഡി ഉള്ളത് 12 ആണ്. അപ്പം അതിന് നമ്മൾ ഓരോ മിനിറ്റിൽ എത്ര പോകും പുറത്ത്? 2 പോകും. സോ ടോട്ടൽ 6 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് എം ടി ആവും. ക്ലിയർ? 6 മിനിറ്റ് ആണ് എടുക്കുക. ക്ലിയർ? സിമ്പിൾ അല്ലേ? അടുത്തത്, എ പൈപ്പ് ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 7/4 hours while other pipe can empty the full tank in 21/5 hours. Both the pipes were opened at the time when the tank was 2/3 empty. How much time will be taken to fill the tank? So ഇവിടെ പറയുന്നത് എന്താ, പൈപ്പ് എ ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 7/4 hours കൊണ്ട് ഫില്ല് ചെയ്യും. പൈപ്പ് എ 7/4 അവർ കൊണ്ട് ഫില്ല് ചെയ്യും. അതായത് പൈപ്പ് എ എന്ന് പറയുന്നത് 7/4 അവർ കൊണ്ട് ഫില്ല് ചെയ്യും, കംപ്ലീറ്റ് ഫില്ല് ചെയ്യും. അപ്പോൾ 1 മണിക്കൂറിൽ എത്രയായിരിക്കും? 1 മണിക്കൂറിൽ ചെയ്യാൻ 7/4 കൊണ്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ 1 അവറിൽ ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, പാർട്ട് ഓഫ് ടാങ്ക് ഫിൽഡ് ഇൻ 1 അവർ എത്രയായിരിക്കും? 1/, ഫുള്ള് എത്രയാ 1 മണിക്കൂർ കൊണ്ട്, 1/, എത്ര മണിക്കൂർ കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? 7/4. അപ്പോൾ 1 മണിക്കൂറിൽ 4/7 ആണ് ഫില്ലാവുന്നത്, പാർട്ടാണ് ഫില്ലാവുന്നത്. ക്ലിയർ? 7/4 അവർ കൊണ്ട് എടുക്കും. അപ്പോൾ 1 മണിക്കൂറിൽ ചെയ്യാൻ അതിന് നമ്മൾ എന്താ ഇൻവേഴ്സ് ചെയ്താൽ പോരെ? ഇൻവേഴ്സ് ചെയ്താൽ മതി. 1/7/4 ആണ്. അപ്പോൾ 4/7 ആണ് 1 മണിക്കൂറിൽ ഫില്ല് ചെയ്യുക. എഫിഷ്യൻസി കിട്ടി. ഇനി സെയിം ഇത് ഫില്ല് ചെയ്യാൻ അതുപോലെ എം ടി ചെയ്യാനോ? എം ടി ചെയ്യാൻ എത്രയാണ്? 21/8 ആണ് ടോട്ടൽ എം ടി ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അതിനെ 1 മണിക്കൂറിൽ എം ടി ചെയ്യുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനോ? നേരെ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ 8/21 ആണ് 1 മണിക്കൂറിൽ എം ടി ചെയ്യുന്നത്. ക്ലിയർ? ടോട്ടൽ കംപ്ലീറ്റ് ആയി എം ടി ചെയ്യുന്നത് ടൈം എടുക്കുന്നത് 21/8 അവർ ആണ്. 1 മണിക്കൂറിൽ എത്ര എം ടി ആവുമെന്ന് നോക്കാൻ 8/21 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് ഓപ്പൺ ചെയ്താൽ 1 അവർ കൊണ്ട് എന്താ ബോത്ത് ഓപ്പൺ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? ഇത് മൈനസ് ചെയ്താൽ മതി. അതായത് 1 അവർ കൊണ്ട് ഫില്ല് ചെയ്യുന്ന ഇത്ര, എം ടി ചെയ്യുന്ന ഇത്ര. അപ്പോൾ ടോട്ടൽ 4/7 - 8/21 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? ഇൻറ്റു 3 ചെയ്യാം. 12 - 8 3, 12 - 8 4/21. അപ്പം ഇത്രയാണ് 1 അവറിൽ എം ടി എന്താ ഫില്ലാവുന്നത്. ഇത് ഫില്ലാവുന്നതാണ്, മൈനസ് വന്നില്ലല്ലോ, ഇത് ഫില്ലാവുന്നതാണ്. അപ്പോൾ 4/21 ആണ് 1 അവറിൽ ഫില്ലാവുന്നത്. ക്ലിയർ? ഇനി എന്ത് ചോദിക്കുന്നു? ഹൗ മച്ച് ടൈം ബോത്ത് പൈപ്പ് വെർ ഓപ്പൺഡ് അറ്റ് ദാറ്റ് ടൈം വെർ ദ ടാങ്ക് വെർ 2/3 എം ടി. 2/3 എം ടി ആണ്. അപ്പോൾ അവർ 2/3 ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, 2/3 പാർട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. സോ 2/3 പാർട്ട് ഫില്ല് ചെയ്യണം. എത്രയാണ് നമ്മുടെ എഫിഷ്യൻസി ഇത് കിട്ടുക? 1 അവറിൽ ചെയ്യുന്നത് 4/21 ആണ്. ക്ലിയർ? അപ്പോൾ 2/3 ഇൻറ്റു 21/4 ഈക്വൽ ടു എന്ത് കിട്ടും? കട്ട് ചെയ്താൽ 7, 14/4 കിട്ടും. 14/4 എന്താണ്? 3 കിട്ടും, പിന്നെ ഒരു ഹാഫ് കിട്ടും, 3.5, അല്ലെങ്കിൽ 3 അവർ 30 മിനിറ്റ് ആണ് കിട്ടുക. ക്ലിയർ? 3 അവർ 30 മിനിറ്റ് ബി. അതായത് ഇവിടെ നമ്മൾ നോക്കിയാൽ എ പൈപ്പ് ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 7/4 അവർ. അപ്പോൾ എന്താ 1 മണിക്കൂർ കൊണ്ട് എത്ര ഫില്ലാവും? നേരെ തിരിച്ചിട്ടാണ് 4/7 ആണ്. അതുപോലെ എം ടി ചെയ്യുന്ന എത്രയാണ്? 21/8 ആണ്. നേരെ തിരിച്ചാൽ 1 മണിക്കൂറിൽ എത്ര ചെയ്യും? 1 മണിക്കൂറിൽ 8/21 ആണ് എം ടി ചെയ്യുക. ക്ലിയർ? ഇനി 1 അവറിൽ ബോത്ത് രണ്ടും ഒരുമിച്ച് ഓപ്പൺ ആയാൽ എന്താ ഫില്ല് ചെയ്യുന്നത് മൈനസ് എം ടി ചെയ്യുന്നത്. സോ ടോട്ടൽ നമുക്ക് 4/21 ഫില്ല് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, 4/21 പാർട്ട് ഫില്ലാവും. ടോട്ടൽ എത്ര പാർട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്? 2/3 പാർട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ 2/3
1 അവറിൽ ഫില്ല് ചെയ്ത പാർട്ട് എന്ന് ചെയ്താൽ 3 hour 30 minute എന്ന് കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പൈപ്പ് ക്യാൻ ഫിൽ എ സിസ്റ്റേൺ ഇൻ 6 hours ആൻഡ് ബി ക്യാൻ ഫിൽ ഇറ്റ് ഇൻ 30 hours. സോ എക്ക് എത്രയാ 6 hours, ബി ക്യാൻ ഫിൽ ഇറ്റ് ഇൻ എത്രയാണ് 30 hours. സോ ഇതിൻ്റെ LCM എന്താണ് 30 ആണ്. സോ ഇവിടെ എന്ത് കിട്ടും 5 കിട്ടും 1 കിട്ടും, ടോട്ടൽ A + B 6 കിട്ടും. സോ both pipe were turned on but there was a leakage in the bottom of the cistern. So the cistern took 30 minutes more to fill. The time that the leakage will take to empty the full cistern. അപ്പോൾ നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്, ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ എയും ബിയും ഒരുമിച്ച് ഓപ്പൺ ചെയ്താൽ എയും ബിയും ഒരുമിച്ച് ഓപ്പൺ ചെയ്തു, എഫിഷ്യൻസി എന്താണ് 6 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എയും ബിയും ഒരുമിച്ച് ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എത്ര ടൈം കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും? ടോട്ടൽ കപ്പാസിറ്റി 30 ആണ്, എയും ബിയും എഫിഷ്യൻസി 6 ആണ്. ടോട്ടൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക്, മിനിറ്റ് ആണ് ഇവിടെ, അവർ ആണോ, 5 hour കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ലീക്കേജ് വന്നു. ലീക്കേജ് വന്നാൽ എത്രയാ, ന്യൂ ടൈം എത്രയാണ്, ഇതിൻ്റെ കൂടെ ഒരു 30 മിനിറ്റ് കൂടെ കൂടി, അപ്പോൾ 5.5 hours ആയി. ക്ലിയർ? സോ നമ്മളിവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ 5.5 hours ആയി. അപ്പോൾ വിത്തൗട്ട് ലീക്കേജ് നമുക്ക് എത്രയാണ്, അതായത് ലീക്കേജ് ഇല്ലെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് എന്താ ടാങ്ക് ഫില്ലാവും. അപ്പോൾ 1 hour എത്രയാവും, 5 മണിക്കൂർ കൊണ്ട് ടാങ്ക് ഫില്ലാവും. 1 hour 1/5 ആണ് ടാങ്ക് ഫില്ലായി, 1/5 പാർട്ടായിരിക്കും ഫില്ലാവുക. 5 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ഫില്ലാവും. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് 1/5 പാർട്ട് ഫില്ലാവും. അപ്പോൾ നമ്മൾ നോക്കിയാൽ ലീക്കേജ് ആകുമ്പോഴോ 5.5 മണിക്കൂർ എടുക്കും. അപ്പോൾ 1 hour എത്ര വേണം, 1 hour 1/5.5 ആണ് ടാങ്ക് ഫില്ലാവുന്നത്. ക്ലിയർ? 5.5 മണിക്കൂർ എടുക്കും ഫുൾ ടാങ്ക് ഫില്ലാവാൻ. അപ്പോൾ 1 മണിക്കൂറിലോ 1/5.5. ക്ലിയർ? അത്രയും കിട്ടിയില്ലേ? ഇനി ലീക്കിൻ്റെ റേറ്റ് നോക്കാം. 1 മണിക്കൂറിൽ എത്രയാണ് ലീക്ക് റേറ്റ് നോക്കാം. അതായത് എത്ര, എങ്ങനെ ലീക്ക് റേറ്റ് നോക്കാം? നേരത്തെ ഫില്ല് ചെയ്യുന്നത് 1 മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്നത് 1/5 ആണ്. ഇപ്പോൾ ഫില്ല് ചെയ്യുന്നത് എത്രയാണ്, 1/5.5 ആണ്. അപ്പോൾ ഇത് മൈനസ് ചെയ്താൽ 5.5 - 5 ഡിവൈഡ് ബൈ 5 × 5.5 25 2.5 27.5 ഈക്വൽ എന്ത് കിട്ടും, 0.5 ഡിവൈഡ് ബൈ 27.5. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളാണ്. എന്ത് കിട്ടും, 0.5 × 55 ആണിത്. അപ്പോൾ ഈക്വൽ എന്താ, 1/55 ആണ് ഇവിടെ കിട്ടുക. ക്ലിയർ? 1/55 ആണ് 1 മണിക്കൂറിൽ എന്താണ്, 1 മണിക്കൂറിൽ ലീക്കാവുന്നത്. ക്ലിയർ? 1 മണിക്കൂറിൽ ലീക്കാവുന്നത് 1/55 ആണ്. അങ്ങനെ ആണെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ലീക്കാവുന്നത് കിട്ടും, എത്ര മണിക്കൂർ എടുക്കുന്നത് കിട്ടും. സോ 55 hours ആണ് എടുക്കുക. ക്ലിയർ? നമ്മൾ പറഞ്ഞു എഫിഷ്യൻസിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ടൈം എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ 1/55 ആണ് 1 മണിക്കൂറിൽ എന്താ ഫില്ലാവുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫില്ലാവാൻ എത്ര ടൈം എടുക്കും, 55 hours എടുക്കും. ക്ലിയർ? ടോട്ടൽ ഫില്ലാവാൻ ഇത് ഇൻറ്റു 55 ചെയ്താലല്ലേ 1 കിട്ടുക. സോ 55 hours ആണ് കിട്ടുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, 3 പൈപ്പ് എ ബി സി ഡി, എ ബി സി ഡി ഇല്ല കേട്ടോ, സി മാത്രം, ടുഗദർ ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 8 hours. അപ്പോൾ ഇത് പ്ലസ് ആണ്, എത്ര, 8 hours കൊണ്ട് ഫില്ല് ചെയ്യും. 3 പൈപ്പ് വെയർ ഓപ്പൺഡ് ഫോർ 2 hours. അപ്പോൾ ഇത് 8 hours ആണ്. എന്നിട്ട് എന്ത് ചെയ്യും, 2 hours ഓപ്പൺ ചെയ്യും. സോ നമുക്കെന്താ, ആഫ്റ്റർ ദാറ്റ് സി വാസ് ക്ലോസ്ഡ്, ലെറ്റർ എ ആൻഡ് ബി ഫിൽ ദ റിമൈനിങ് പാർട്ട് ഇൻ 9 hours. ദ നമ്പർ ഓഫ് hours ടേക്കൺ ബൈ സി എലോൺ ടു ഫിൽ ദ ടാങ്ക്. സോ എന്താ, നമുക്ക് ഒരു ഇത് മാത്രമേ ഉള്ളൂ, എഫിഷ്യൻസി 8 ആണെന്ന് തന്നെ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ, സോറി, ടോട്ടൽ കപ്പാസിറ്റി 8 ആണെന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ എഫിഷ്യൻസി 1 ആണ്. ഇനി 2 hours എന്താ, 3 പൈപ്സ് ഓപ്പൺഡ് ഫോർ 2 hours. അപ്പോൾ 2 hours 3 പൈപ്പ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ 2 hours ഓപ്പൺ ചെയ്താൽ എത്ര പാർട്ട് ഫില്ലാവും, 2 ലിറ്റർ. ടോട്ടൽ 8 ലിറ്റർ ആണ്. 8 ലിറ്റർ ആണ്. അപ്പം എയും ബിയും സിയും കൂടി 8 hours വർക്ക് ചെയ്യുന്നു. നമ്മൾ 8 അസ്യൂം ചെയ്താണ്, 8 ലിറ്റർ എന്ന് ഇത് അസ്യൂം ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും കൂട്ടി 1 മണിക്കൂറിൽ 1 ലിറ്റർ ഫില്ല് ചെയ്യും. സോ 2 മണിക്കൂറിലോ 2 ലിറ്റർ ഫില്ല് ചെയ്യും. ഇനി എന്താ പറയുക, ആഫ്റ്റർ ദാറ്റ് സി വാസ് ക്ലോസ്ഡ്. അപ്പോൾ സി ക്ലോസ് ചെയ്തു. ലേറ്റർ എ ആൻഡ് ബി ഫിൽ ദ റിമൈനിങ് പാർട്ട് ഇൻ 9 hours.
ഓക്കെ, റിമൈനിങ് പാർട്ട് എത്രയാ 6 ലിറ്റർ ആണ്. 8 ലിറ്റർ അതിൽ 2 ലിറ്റർ ഫില്ല് ചെയ്തു, റിമൈനിങ് പാർട്ട് 6 ലിറ്റർ. അത് ആരാണ് ഫില്ല് ചെയ്യേണ്ടത്? എയും ബിയും കൂടിയിട്ട് റിമൈനിങ് പാർട്ട് ഫില്ല് ചെയ്തു. എത്ര? 9 hours കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത്. സോ ദ നമ്പർ ഓഫ് അവേഴ്സ് ടേക്കൺ ബൈ സി എലോൺ ടു ഫിൽ ദ ടാങ്ക്. സോ എന്താ 9 hours കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത്. അതായത് 6 ലിറ്റർ 9 hours കൊണ്ട് ഫില്ല് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 8 ലിറ്റർ എയും ബിയും കൂടി എത്ര അവേഴ്സ് എടുക്കും? 6 ലിറ്റർ 9 hours. അങ്ങനെയാണെങ്കിൽ 8 ലിറ്റർ ഫില്ല് ചെയ്യാൻ എത്ര അവേഴ്സ് എടുക്കും? 9/6 × 8. സോ എന്ത് കിട്ടും? 4 3. സോ 12 hours എടുക്കും 8 ലിറ്റർ ഫില്ല് ചെയ്യാൻ. എയും ബിയും കൂടിയിട്ട് 12 hours എടുക്കും. ഇപ്പം നമുക്ക് കിട്ടിയോ? അതായത് ഇപ്പം നമുക്ക് കിട്ടിയ എന്താ? നമുക്കിപ്പോൾ കിട്ടിയത് A+B+C എന്ന് പറയുന്നത് 8 hours കൊണ്ട് എന്താ 8 ലിറ്റർ ഫില്ല് ചെയ്യും. ഇനി A+B എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടി 12 hours കൊണ്ടാണ് 8 ലിറ്റർ ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ എഫിഷ്യൻസി എന്താ? ഇവിടെ 1 ആണ്, ഇവിടെ 8/12 ആണ്. 8/12 ആണ് എഫിഷ്യൻസി. അപ്പോൾ 2/3 ആണ് എഫിഷ്യൻസി. ക്ലിയർ? ഇനി എന്താ? ഇവരെ സിന്റെ എഫിഷ്യൻസി ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ A+B+C ന്ന് A+B മൈനസ് ചെയ്താൽ മതി. അപ്പോൾ സിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 - 2/3, ദാറ്റ് ഈസ് 1/3 ആണ് എന്താ സിന്റെ എഫിഷ്യൻസി. സോ ഇനി സി ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. ടോട്ടൽ എത്രയാണ്? 8, എഫിഷ്യൻസി 1/3. സോ ഈക്വൽ ടു എന്താ? 8 × 3/1 ഈക്വൽ ടു 24 hours എടുക്കും. 24 hours ആണ് സി എടുക്കുക. ക്ലിയർ? ഒന്നുമില്ല, നമ്മൾ ഇവിടെ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഡൗട്ട് ഉള്ളവർ നോക്കിക്കോ. A+B+C എന്ന് പറയുന്നത് 8 hours കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 8 വർക്ക് ഉണ്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എഫിഷ്യൻസി 1 ആണ്. ഇനി 2 hours അവർ വർക്ക് ചെയ്യുന്നു 3 പേരും കൂടി. അപ്പോൾ 2 ലിറ്റർ കംപ്ലീറ്റ് ചെയ്യുന്നു. ബാക്കി ടോട്ടൽ 8 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. 2 ലിറ്റർ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി 6 ലിറ്റർ ആണുള്ളത്. ഈ 6 ലിറ്റർ എയും ബിയും കൂടിയിട്ട് 9 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. 6 ലിറ്റർ 9 മണിക്കൂർ കൊണ്ട് എയും ബിയും. അങ്ങനെയാണെങ്കിൽ എയും ബിയും 8 ലിറ്റർ എത്ര മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 9/6 × 8. അപ്പോൾ 12 മണിക്കൂർ കൊണ്ട് എയും ബിയും 8 ലിറ്റർ കംപ്ലീറ്റ് ചെയ്യും. ഇപ്പം നമുക്ക് കിട്ടി എയും ബിയും സിയും കൂടി 8 ലിറ്റർ 8 മണിക്കൂർ കൊണ്ട്, എയും ബിയും 8 ലിറ്റർ 12 മണിക്കൂർ കൊണ്ട്. അപ്പോൾ ആദ്യത്തത് 3 പേരും കൂടിയിട്ടുള്ള എഫിഷ്യൻസി 1, എയും ബിന്റെ എഫിഷ്യൻസി 2/3. അങ്ങനെയാണെങ്കിൽ സിന്റെ എഫിഷ്യൻസി 1/3. ടോട്ടൽ 8 ലിറ്റർ എഫിഷ്യൻസി 1/3. സോ 8/1/3 എന്ത് കിട്ടും? 24 hours ആണെന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത് നോക്കിയേ, പൈപ്പ് എ ക്യാൻ ഫില്ല് എ എംപ്റ്റി ടാങ്ക് ഇൻ 1.5 hours. വൈൽ അപ്പോൾ എ എന്ന് പറയുന്നത് എത്രയാണ്? 1.5 hours ആണ്. ഇനി ബി എന്ന് പറയുന്നത് ബി ക്യാൻ എംറ്റി, അതായത് ബി എന്ന് പറയുന്നത് എംറ്റി ചെയ്യും എത്രയാണ്? 2.4 hours. സോ ഇതിൻ്റെ LCM 1.5 × 2.4 LCM എന്താണ്? നമുക്കറിയില്ലേ എന്താ? 12 കിട്ടില്ലേ? 12 കിട്ടും. രണ്ടിൻ്റെ മൾട്ടിപ്പിളും 12 ഉണ്ട്. 1.5 × 2 3 ആണ്. 4 എന്താ? 12 ആണ്. അപ്പോൾ ഇവിടെ എന്താ? എഫിഷ്യൻസി 8 കിട്ടും. അത് മനസ്സിലായില്ലേ? ഓക്കെ. 24 × 5 ചെയ്താൽ, അതായത് 24 അതിൻ്റെ പകുതിയല്ലേ 12. 24 × 5 1.4 × 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 12 കിട്ടും. ഇവിടെ എഫിഷ്യൻസി കിട്ടി. ഇനി പറയുന്നത് എന്താണ്? വെൻ ദ ടാങ്ക് ഈസ് എംപ്റ്റി ദെൻ എ ഈസ് ഓപ്പൺഡ് ഫോർ 1 hour. അപ്പോൾ എ ഓപ്പൺ ചെയ്ത് 1 hour ഓപ്പൺ ചെയ്തു. എ 1 hour ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞിട്ടോ ആൻഡ് ക്ലോസ്ഡ്. നൗ ബി പൈപ്പ് ഈസ് ഓപ്പൺഡ് ഫോർ 1 hour ടു എംപ്റ്റി ദ tank and then closed. The pipe were opened and closed alternatively for 1 hour each. So how much time will take to fill the complete tank? So നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്താ? മൈനസ് ആണ്. സോ 2 hour കൂടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ 3 ക്വാണ്ടിറ്റിയിൽ ഫില്ല് ചെയ്യും. അതായത് എ എന്ന് പറയുന്നത് ഫില്ല് ചെയ്യുന്നതാണ്, ബി എന്ന് പറയുന്നത് എംപ്റ്റി ചെയ്യുന്നതാണ്. എന്റെ എഫിഷ്യൻസി 1 മണിക്കൂറിൽ 8, ബിൻ്റെത് -5 പുറത്തേക്ക് പോകും. അപ്പോൾ 2 പേരും കൂടി എ ആദ്യം 8 ലിറ്റർ ഫില്ല് ചെയ്തു, ബി 5 ലിറ്റർ പുറത്ത് കളഞ്ഞു. ഇപ്പോൾ 2 മണിക്കൂർ കൊണ്ട് 3 ലിറ്റർ മാത്രമേ അതിൽ നിറയുന്നുള്ളൂ. സോ നമുക്ക് മനസ്സിലായി 2 hours എത്ര ലിറ്റർ? 3 ലിറ്റർ മാത്രമേ അതിൽ നിറയുന്നുള്ളൂ. ഇനി എന്താ പറയുന്നത്? ഇവിടെ ടോട്ടൽ എത്രയാ? ആദ്യത്തെ 2 hour 3 ലിറ്റർ നിറഞ്ഞു, രണ്ടാമത്തെ 2 hour വീണ്ടും 3 ലിറ്റർ നിറഞ്ഞു. ക്ലിയർ? ഇപ്പോൾ 4 hour കൊണ്ട് ടോട്ടൽ എത്ര വർക്കായി? 4 hour കൊണ്ട് ടോട്ടൽ 6 ലിറ്റർ ഫില്ല് ചെയ്തു. ഇനി ബാക്കി എത്രയാണ്? 6 ലിറ്റർ ആണുള്ളത്. പക്ഷെ നിങ്ങൾ നോക്കിയേ,
അടുത്ത ആരെ ഫില്ല് ചെയ്യേണ്ടത്? എ ആണ് ഫില്ല് ചെയ്യേണ്ടത്. ആദ്യം വെൻ എ ഈസ് എംപ്റ്റി വെൻ ടാങ്ക് ഈസ് എംപ്റ്റി പൈപ്പ് എ ഈസ് ഓപ്പൺ ഫോർ 1 hour. അപ്പോൾ ആദ്യം എ ഓപ്പൺ ചെയ്യുന്നു, പിന്നെ ബി ആണ്, പിന്നെ എ ആണ്, അങ്ങനെയുള്ളത്. അപ്പോൾ ഇവിടെ എന്താ, രണ്ടുപേരും കൂടി 3 ലിറ്റർ 2 മണിക്കൂറിൽ, അടുത്ത മണിക്കൂറിൽ വീണ്ടും 3 ലിറ്റർ. സോ ടോട്ടൽ 4 മണിക്കൂർ കൊണ്ട് 6 ലിറ്റർ ഫില്ലായി. ഇനി അടുത്ത ടേൺ ആയതാണ്, അടുത്ത എ ആണ് വരേണ്ടത്. എ അടുത്തൊരു മണിക്കൂറിൽ 8 ലിറ്റർ ഫില്ല് ചെയ്യും. 8 ലിറ്റർ ഫില്ല് ചെയ്താൽ നമുക്കിവിടെ എത്രയാണ് വേണ്ടത്? നമുക്കിവിടെ 6 ലിറ്റർ ആയി. ഇനി 6 ലിറ്റർ ആണ് വേണ്ടത്. അപ്പോൾ എ ഒരു മണിക്കൂർ കൊണ്ട് 8 ലിറ്റർ ഫില്ല് ചെയ്യും. പിന്നെ നമ്മൾ ബി ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളോട് ചോദിച്ചു എപ്പോഴാണ് ഫുള്ളായി ഫില്ല് ചെയ്യുന്നത്. സോ അടുത്തൊരു പ്രാവശ്യം എ ഓപ്പൺ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയി ഫില്ലാവും. സോ അടുത്തത് എത്രയാണ് വേണ്ടത്? 6 ലിറ്റർ മതി. പക്ഷെ നമുക്ക് 8 ലിറ്റർ ആവശ്യമില്ല. സോ ഇവിടെ 6 മണിക്കൂർ 6 ലിറ്റർ മാത്രം മതി. സോ 6/8 ആണ്. അതായത് ടോട്ടൽ ഒരു മണിക്കൂർ കൊണ്ട് എന്താ 8 ലിറ്റർ ഫില്ല് ചെയ്യും. പക്ഷെ 8 വേണ്ട, നമുക്ക് 6 മതി. സോ 6/8. സോ 6/8 ഈക്വൽ ടു എന്താ 3/4 ആണ് കിട്ടുക. സോ നമുക്ക് കിട്ടാം 4 hours. 4 hours കൊണ്ട് 6 ലിറ്റർ, പിന്നെ മുക്കാൽ hours ആണ്. ഇവിടെ മുക്കാൽ മണിക്കൂറാണ് എടുത്തത്. അപ്പോൾ 75 മിനിറ്റ്, 4.75 hours. 75 മിനിറ്റ് അല്ല, 74 hours ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. അതായത് മുക്കാൽ മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ 75 hours അല്ലേ വരിക, 0.75 hours അല്ലേ വരിക. ക്ലിയർ? അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തത് 4.75 hours. ക്ലിയർ അല്ലേ? നമ്മൾ പറഞ്ഞു 2 മണിക്കൂറിൽ 3 ലിറ്റർ, അടുത്ത 2 മണിക്കൂറിൽ 6 ലിറ്റർ. സോ 4 മണിക്കൂറിൽ 6 ലിറ്റർ ആയി. അടുത്തത് എ ആണ്. എ ഒറ്റടിക്ക് 8 ലിറ്റർ ഫില്ല് ചെയ്യും. പക്ഷെ 8 ലിറ്റർ വേണ്ട, നമുക്ക് 6 ലിറ്റർ മതി. കാരണം 12 ആണ് വേണ്ടത്. അപ്പോൾ 6/8 ചെയ്താൽ 3/4 മണിക്കൂർ എന്ന് കിട്ടും. 3/4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 0.75 ആണ്. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 0.5, 3/4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 0.75. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 44 pipe can fill a big tank of water in 21 hours. How much hours will be taken by 55 pipes to fill 5 such tanks? Okay, അപ്പോൾ ഒന്നുമില്ല, നമ്മളെ ഇക്വേഷൻ ആണ് M1D1 W1 M1D1 divided by W1 equal to M2D2 divided by W2. ക്ലിയർ? ഇവിടെ ആദ്യം പറയുന്നത് 44 പൈപ്പ് എത്ര ഡേയ്സ് എടുക്കും? ഫില്ല് 21 hours. അപ്പോൾ അവേഴ്സ് ആണ് ഇവിടെ ഉള്ള, ഡി അല്ല, അവേഴ്സ് എച്ച് കൊടുത്താൽ മതി. 21 hours ഫില്ല് ചെയ്യും. ഈക്വൽ ടു ഡബ്ല്യു ഇല്ല നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഡബ്ല്യു എടുക്കേണ്ട ആവശ്യമില്ല, വർക്ക് തന്നാലും വർക്ക് എടുത്താൽ മതി. ഹൗ മച്ച് അവേഴ്സ് വിൽ ബി ടേക്കൺ ബൈ 55 പൈപ്സ് ടു ഫില്ല് 5 സച്ച് ടാങ്ക്. അപ്പോൾ 5 ടാങ്ക് ആണുള്ളത്. അപ്പോൾ ആദ്യത്തത് 1 ടാങ്ക് ആണ്. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് 1 ടാങ്ക് ആണ്. രണ്ടാമത്തത് 5 ടാങ്ക് ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ 5 ഇടണം. അവിടെ അതാണ് വർക്ക്. ആദ്യത്തെ 1 ടാങ്ക് ആണ് അതിൻ്റെ വർക്ക്, രണ്ടാമത്തിൽ 5 ടാങ്ക് ആണ് വർക്ക്. അപ്പോൾ ഡിവൈഡ് ബൈ 5 ഇടണം. സോ ഇതിൽ നമ്പർ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ എന്താ അവർ തന്നിട്ടില്ല. സോ ഡേയ്സ് അല്ലെങ്കിൽ അവർ, ഓക്കെ, അത് തന്നിട്ടില്ല. നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യുന്നത്? ഹൗ മച്ച് അവേഴ്സ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ സിമ്പിളാണ്, ഇത് കണ്ടുപിടിച്ചാൽ പോരെ. ഇത് കട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടുന്ന് നോക്കിയാൽ 5 കൊണ്ട് കട്ട് ചെയ്താൽ 11 കിട്ടും. ഇതും കട്ട് ചെയ്താൽ 4 കിട്ടും. സോ 21 × 4 ആണ് ആൻസർ വരിക. ഡി ഈക്വൽ ടു 21 × 4 84. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ്. പൈപ്പ് എ ഫിൽ ദ ടാങ്ക് ഇൻ 1/4 ടൈംസ്. അപ്പോൾ ടൈംസ് ഓഫ് ബി ആണ്, 1/4 ടൈംസ് ഓഫ് ബി. അപ്പോൾ എന്റെ ബിന്റെ റേഷ്യോ കിട്ടി. A/B എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് 1/4 ടൈംസ് ഓഫ് ബി ആണ്. അപ്പോൾ ബി 4 ആണെങ്കിൽ എ 1 ആണ്. സി ടേക്സ് 3 times മോർ ടൈം ആസ് കമ്പയർഡ് ടു എ. എനേക്കാളും 3 ടൈംസ് കൂടുതലാണ് സി. അപ്പോൾ സി എന്ന് പറയുന്നത് എത്രയാണ്? എനേക്കാളും 3 ടൈംസ് കൂടുതൽ. എ 1 ആണ്. അപ്പോൾ സി എന്ന് പറയുന്നത് 3 ആയിരിക്കും. ക്ലിയർ? അത് കിട്ടി. ഇതെന്താ? ഇത് ടൈം ആണല്ലേ, ടൈമിന്റെ റേഷ്യോ അല്ലേ പറയുന്നത്. ടു fill all 3 pipes are open together, they can fill an empty tank in 24 hours. If pipe C was not opened, then how much time will be taken to fill the empty tank? So the C open ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ empty tank fill ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നതാണ് ചോദിക്കുന്നത്. സോ ഇതിന്റെ ടൈം കിട്ടി. അപ്പോൾ അതിന്റെ റെസിപ്രോക്കലാണ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? 1/1, 1/4, 1/3. സോ ഇതിന്റെ റേഷ്യോ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇൻറ്റു 12 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 12 കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 3 കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 4 കിട്ടും. സോ എഫിഷ്യൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 12:3:4 ആണ് എഫിഷ്യൻസിന്റെ റേഷ്യോ.
ടോട്ടൽ എഫിഷ്യൻസി എത്രയാ 19 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? ടു ഫിൽ ഇറ്റ് ഓൾ എത്ര ടൈം എടുക്കുന്ന പറയുന്നത്? ടു ഫിൽ ഇറ്റ് ഓൾ 3 പൈപ്സ് ആർ ഓപ്പൺ ടുഗദർ ദേ ക്യാൻ ഫിൽ ആൻ എംപ്റ്റി ടാങ്ക് ഇൻ 24 അവർ. അപ്പോൾ ഇവിടെ എഫിഷ്യൻസി കിട്ടി. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ടാങ്ക് എന്ന് പറയുന്നത് എന്താണ്? അവർ ടോട്ടൽ എഫിഷ്യൻസി ഇൻറ്റു എത്ര അവേഴ്സ് വർക്ക് ചെയ്യും? 24. എഫിഷ്യൻസി ഇൻറ്റു അവേഴ്സ് ഡേ ചെയ്താൽ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും. അപ്പോൾ ഈ 19 × 24 എങ്ങനെ ചെയ്യും? ആദ്യം 9 4 ചെയ്യും, 6 കിട്ടും, റിമൈൻഡർ 3, പിന്നെ 5 4. ഓക്കെ, 456 ടോട്ടൽ വർക്ക് വരുന്നത്. ഇനി എന്താ ചോദിക്കുന്നത്? ഇഫ് പൈപ്പ് സി വാസ് ക്ലോസ്ഡ്, സി ക്ലോസ് ചെയ്തു, നോട്ട് ഓപ്പൺഡ്, അതായത് പൈപ്പ് സി വാസ് നോട്ട് ഓപ്പൺ, ദെൻ ഹൗ മച്ച് ടൈം വിൽ ബി ടേക്കൺ ടു ഫിൽ ദ എംപ്റ്റി ടാങ്ക്? സോ എന്താ ബാക്കി ആരാളുള്ള? എയും ബിയും മാത്രമേ ഉള്ളൂ. എ പ്ലസ് ബി ആണ്. എൻ്റെയും ബിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 12 + 13 15 എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 456 ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി 15. സോ എന്താ 45 എന്ന് പറയുന്നത് 3 പ്രാവശ്യം, 450 എന്ന് പറയുന്നത് 30 പ്രാവശ്യം, പിന്നെന്താ, പിന്നെ 6/15. സോ എന്ത് കിട്ടും? 0.4 ആണെന്ന് കിട്ടും. ക്ലിയർ? 0.4 അവേഴ്സ്. ക്ലിയർ? കൺവേർട്ട് ചെയ്യാനൊക്കെ അറിയാമല്ലോ. 0.4 അവേഴ്സ് എന്ന് കിട്ടും. 30.4 അവേഴ്സ് എന്ന് കിട്ടും. ക്ലിയർ? അടുത്തത്, അപ്പോൾ നമ്മളെന്താ വർക്ക് ആൻഡ് ടൈം കഴിഞ്ഞു, പൈപ്പ് ആൻഡ് സിസ്റ്റം കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ക്ലിയർ? അടുത്ത് നോക്കിയാൽ എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളുണ്ട്. അത് കൂടാണ്ട് നമ്മളെന്താ വേരിയൻസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, അതിൻ്റെയൊക്കെ ഫോർമുലാസും പഠിക്കണം. അപ്പോൾ മീൻ എന്താ? ആവറേജ്, അതായത് ആവറേജ് മീനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂ ആണ്. മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫ്രീക്വൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഇനി നമ്മൾ 2-3 ഇക്വേഷൻ കൂടി ഉണ്ട്, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ദ സ്കോർ ഒബ്റ്റൈൻഡ് ബൈ 10 സ്റ്റുഡൻസിൻ്റെ ടെസ്റ്റ് ആർ 82, 60, 62 അങ്ങനെ 10 വാല്യൂ ഉണ്ട്. ഫൈൻഡ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദിസ് their സ്കോർ. അപ്പോൾ അരിത്തമെറ്റിക് മീൻ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ അരിത്തമെറ്റിക് മീൻ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? അരിത്തമെറ്റിക് മീൻ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ സം ഓഫ് സ്കോർസ്. ഇവിടെ സ്കോർ ആണ്. അപ്പോൾ ടോട്ടൽ സം ഓഫ് സ്കോർസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, ഇതാണ് അരിത്തമെറ്റിക് മീൻ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ. സോ ഒന്നുമില്ല, ജസ്റ്റ് എന്താ ഇതൊക്കെ ആഡ് ചെയ്യാം. ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 4 നമുക്ക് 8 കിട്ടും, 1 7. ഓക്കെ, 718 ടോട്ടൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടാം. എത്ര ആൾക്കാരുണ്ട്? 10 ഉണ്ടെന്നാണ് പറഞ്ഞത്. 10. സോ 71.8 ആണ് അരിത്തമെറ്റിക് മീൻ കിട്ടുക. സിമ്പിൾ അല്ലേ? ഇക്വേഷൻ പഠിച്ചു വെക്കുക. നമ്മൾ ആവറേജ് കാണുന്ന സെയിം ആണ് അരിത്തമെറ്റിക് മീനും. ക്ലിയർ? അപ്പോൾ 71.8 ആണ് അരിത്തമെറ്റിക് മീൻ കാണാം. ഇനി ഈ പ്രോബ്ലം നോക്കിയാൽ ഇതുപോലത്തെ പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാറുണ്ട്. ഇതാ ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ്? ഫ്രീക്വൻസിയാണ് തന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റി. എക്സ് എന്ന് കിട്ടിയത് 4 പേർക്ക് എക്സ് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. 10 പേർക്ക്, അതായത് 10 എന്നുള്ള മാർക്ക് 3 ആൾക്ക് കിട്ടിയിട്ടുണ്ടാവും. 18 എന്നുള്ളത് 4 ആൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഫൈൻഡ് ദ അരിത്തമെറ്റിക് മീൻ. അപ്പോൾ ഇങ്ങനെ വന്നാൽ അരിത്തമെറ്റിക് മീൻ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? അപ്പോൾ അങ്ങനെ കാണാനുള്ള ഇക്വേഷൻ ആണ്, മീൻ കാണാനുള്ള ഇക്വേഷൻ ആണ് എന്താ? സമ്മേഷൻ ഓഫ് എഫ് ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ എന്താ? ടോട്ടൽ, അതായത് മുകളിൽ എന്താണ്? ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ എന്താ? ഫ്രീക്വൻസി 4 ആൾക്ക് എഫ്. അപ്പോൾ സമ്മേഷൻ ഓഫ് എഫ് എന്ന് കൊടുക്കുക. ഓക്കെ, അതായത് ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ? എഫ് ഇൻറ്റു എക്സ് ചെയ്യണം. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ് എന്നുള്ള, ഇപ്പോൾ ഒരു മാർക്ക് നോക്കിയാൽ എക്സ് എന്നുള്ള മാർക്ക് 6 മാർക്ക് 4 പേർക്ക് കിട്ടി. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 6 × 4 അല്ലേ ടോട്ടൽ? 6 മാർക്ക് 4 പേർക്ക് കിട്ടി. അപ്പോൾ 6 × 4 ആണ് ടോട്ടൽ. സോ നമുക്കിവിടെ 24 കിട്ടും എഫ് ഇൻറ്റു എക്സ്. 10 എന്നുള്ള മാർക്ക് 3 പേർക്ക് കിട്ടി. സോ 30 ആണ് ടോട്ടൽ. 18 എന്നുള്ളത് 4 പേർക്ക് കിട്ടി. സോ 72 ആണ് ടോട്ടൽ. 24 2 പേർക്ക് കിട്ടി. സോ 48 ആണ് ടോട്ടൽ. അടുത്ത 30 ആണ് ടോട്ടൽ. 36 ആണ് ടോട്ടൽ. ക്ലിയർ? ഇപ്പോൾ നമ്മൾ ഈ മൾട്ടിപ്ലൈ എഫ് ഇൻറ്റു എക്സ് എന്ന് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ മാർക്ക് കിട്ടി. ഇനി ഇവരൊക്കെ നമുക്ക് ആഡ് ചെയ്യുന്നു. ഇതൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര? ടോട്ടൽ എത്രയാണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ടോട്ടൽ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക്
100 200 240 കിട്ടും. ക്ലിയർ? 240 കിട്ടാം, 240 നമുക്ക് കിട്ടും. ഇനി 240 ടോട്ടൽ. ഇപ്പോൾ ടോട്ടൽ കിട്ടിയില്ല 240. ഇനി എത്ര ആൾക്കാരുണ്ട്? ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ എത്ര സ്റ്റുഡൻ്റ് ഉണ്ട്? ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? 4 സ്റ്റുഡൻറ്റ്, 3 സ്റ്റുഡൻറ്റ്, 4 സ്റ്റുഡൻറ്റ്, 2 1 ഇത്രയും സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്താൽ 8 12 16 സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ? സോറി 15 സ്റ്റുഡൻസ് ഉണ്ട്. 15 സ്റ്റുഡൻസ് ആണുള്ളത്. ക്ലിയർ? അപ്പോൾ ഡിവൈഡ് ബൈ 15 ചെയ്തു. സോ എന്ത് കിട്ടും? 1 പിന്നെന്താണ് റിമൈൻഡർ 9. സോ 6 16 ഇവിടുത്തെ മീൻ കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇതെന്താണ് ഈ കോളം കൊണ്ട് മീൻ ചെയ്യുന്നത്, ഈ ടേബിൾ കൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ f × x ഫൈൻഡ് ചെയ്യണം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടുത്തെ മീൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ ഈസ്, അപ്പോൾ ഇവിടെ മീൻ തന്നിട്ടുണ്ട്. ക്ലിയർ? ഇവിടെ മീൻ തന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്താ, നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ് മീൻ എന്ന് പറയുന്നത്? സമ്മേഷൻ ഓഫ് f × x ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് എന്താണ്? സമ്മേഷൻ ഓഫ് f ആണ്. അപ്പോൾ നമ്മളെന്താ f × x ഫൈൻഡ് ചെയ്യണം. 6 × 5 30 10 × k 10k ആണ്. പിന്നെന്താ 15 × 6 90. ഇവിടെ 200 125. സോ 325 355 90. സോ നമുക്ക് എന്ത് കിട്ടും? 445 പ്ലസ് 10k എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ടോട്ടൽ കിട്ടുക. അതുപോലെ ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ എത്ര കിട്ടും? ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 10 15 12 എത്ര കിട്ടും? 27k എന്ന് കിട്ടും. ക്ലിയർ? സോ എത്രയാണ് ടോട്ടൽ? 445 പ്ലസ് 10k ഡിവൈഡ് ബൈ 27 പ്ലസ് k. ഇതാണ് നമ്മുടെ മീനിൻ്റെ വാല്യൂ. പക്ഷേ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ മീൻ തന്നിട്ടുണ്ട്, ഈക്വൽ ടു എന്താ 15 കിട്ടും. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുമല്ലോ. എന്താണ് 445 പ്ലസ് 10k ഈക്വൽ ടു 15 × 27. 15 × 27 എത്ര കിട്ടും? 7 × 5 35. പിന്നെന്താ ക്രോസ് ഇത് ചെയ്തു, നമുക്ക് 405 കിട്ടും. ക്ലിയർ? അതായത് ഇത് ചെയ്യാൻ 15 × 27 ചെയ്യാം. ആദ്യം ഇതും ചെയ്യാം 35. ക്ലിയർ? റിമൈൻഡർ 3 10 7 17 3 20 0 സിസ്റ്റം 2. പിന്നെ ഇതും മൾട്ടിപ്ലൈ ചെയ്തു 2 2 4 405 കിട്ടും. ക്ലിയർ? അത് നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം. 405 കിട്ടി. 405 പ്ലസ് 15k. ക്ലിയർ? അപ്പോൾ ഇവിടുന്ന് kൻ്റെ വാല്യൂ എന്ത് കിട്ടും? k ഇങ്ങോട്ട് കൊണ്ടുപോകാം. 5k ഈക്വൽ ടു 40 ആണെന്ന് കിട്ടും. സോ k ഈക്വൽ ടു എന്ത് കിട്ടും? 8 ആണെന്ന് കിട്ടും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k എന്നല്ല പറഞ്ഞ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് k എന്ന് പറയുന്നത് 8 ആണ്. ക്ലിയർ? നെക്സ്റ്റ്, ഇഫ് മീൻ ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് 26. അപ്പോൾ ഇവിടുത്തെ മീൻ എന്ന് പറയുന്നത് 26 ആണ്. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് k? അപ്പോൾ ഇവിടെ ക്ലാസ്സും ഫ്രീക്വൻസിയും തന്നിട്ടില്ലേ, ഒരു ക്വാണ്ടിറ്റി അല്ല. ഇപ്പോൾ 0 മുതൽ 10 വരെയുള്ള മാർക്ക് 8 പേർക്ക് കിട്ടിയിട്ടുണ്ട്. 10 മുതൽ 12 വരെയുള്ള മാർക്ക് 10 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിൻ്റെ, അതായത് ഇപ്പോൾ ക്ലാസ് നമുക്ക് ക്ലാസ് എന്ന് പറയുന്നത് എന്താ 0 to 10 ആണ്, 10 to 20 ആണ്, 20 to 30 ഉണ്ട്, അതുപോലെ 30 to 40 ഉണ്ട്, നെക്സ്റ്റ് 40 to പിന്നെന്താ 50 ഉണ്ട്. ക്ലിയർ? ഇത് നമ്മുടെ ക്ലാസ്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ മിഡ് പോയിന്റ് നമുക്കറിയാമല്ലോ. എന്താ 0 to 10ൻ്റെ മിഡ് പോയിന്റ് 5 ആണ്, 10 to 20ൻ്റെ മിഡ് പോയിന്റ് 15, അടുത്തത് 25 35 45. ഇതാണ് മിഡ് പോയിന്റ്. ക്ലിയർ? അടുത്തത് എഫ് ഉണ്ടല്ലോ, 8 10 k 6 12. ക്ലിയർ? ഇനി നമ്മളെന്താ f × x കണ്ടുപിടിക്കാം. f × x ആദ്യം 40 കിട്ടും, പിന്നെന്താ 150 കിട്ടും, 25k കിട്ടും, 110 കിട്ടും, 540 കിട്ടും. ക്ലിയർ? ഇങ്ങനെയാണ് കിട്ടും. ഇനി എഫിൻ്റെ വാല്യൂ നമുക്കെന്താ, നമ്മളെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ എന്ന് പറയുന്നത് മീൻ ഇവിടെ കണ്ടുപിടിക്കുന്നുണ്ടാവും. ഫൈൻഡ് ദ മീൻ ഓഫ് ദ ഫോളോയിങ്. മീൻ തന്നിട്ടുണ്ട്. സോ മീൻ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? നമുക്ക് തന്നു എത്രയാണ്? 26 ഈക്വൽ ടു എത്രയാണ് തന്നു? സമ്മേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് എഫ്. ക്ലിയർ? ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ സമ്മ് കാണണം. നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. പിന്നെന്താ 4 5 4 1 9 പ്ലസ് എത്രയാണ്? 25
കെ അല്ലേ, 25K. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഇതൊക്കെ ആഡ് ചെയ്താൽ 12, 20, 30, 36. 36 പ്ലസ് കെ എന്നും ഇവിടെയും കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? 26 ഈക്വൽ ടു ഇതെന്താ 940 പ്ലസ് 25K ഡിവൈഡ് ബൈ 36 പ്ലസ് കെ ആണ് കിട്ടുക. ക്ലിയർ? ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ആയി. സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു നമ്മൾ. എന്താ 940 ഇവിടെ ഉണ്ട്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 6, 3, 9, 936 ആണ് ഇവിടെ കിട്ടുക. പ്ലസ് 26K ഈക്വൽ ടു എന്ത് കിട്ടും? 940 പ്ലസ് 25K ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇവിടുന്ന് എന്താ 26K 25K. സോ ഇങ്ങോട്ട് വന്നാൽ K ഈക്വൽ ടു എന്ത് കിട്ടും? 4 ആണെന്ന് കിട്ടും. ക്ലിയർ? K ഈക്വൽ ടു 4 ആണെന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ ക്ലാസ് തന്നാൽ നമ്മൾ ഇതുപോലെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ആൻ ഒബ്സർവേഷൻ 70 is removed from the data, ഇത്രയും ഡാറ്റ തന്നിട്ടുണ്ട്, then the median ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ഈ മീഡിയൻ? അപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ ക്ലിയർ എന്താണ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എന്താ? മിഡിൽ വാല്യൂ ആണ്. മിഡിൽ വാല്യൂ ആണ് മീഡിയൻ. അതായത് നമ്മൾ ഒരു ഒബ്സർവേഷൻ, അതായത് ഇപ്പോൾ എന്താ ഇത്രയും വാല്യൂസ് തന്നിട്ടുണ്ട്, ഇതിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയിട്ട് അതിൻ്റെ മിഡിൽ വരുന്ന വാല്യൂ ആണ് മീഡിയൻ. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം ഓർ ഡിസെൻഡിങ് ഓർഡർ. ക്ലിയർ? അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയിട്ട് അതിൻ്റെ മിഡിൽ വാല്യൂ ആണ് മീഡിയൻ എന്ന് പറയാം. അപ്പോൾ നമുക്കിപ്പോൾ എത്രയോ ഒബ്സർവേഷൻ ഉണ്ട്, ഇവിടെ കുറേ ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 ഒബ്സർവേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് തരുന്ന ഒബ്സർവേഷൻ സപ്പോസ് ഓഡ് വാല്യൂ ആണെങ്കിൽ, അതായത് നമ്പർ ഓഫ് എന്താ ഒബ്സർവേഷൻ നമ്മൾ എന്ന് പറയും. അതായത് ഈ വാല്യൂവിനെ നമ്മൾ ഒബ്സർവേഷൻ എന്ന് വിളിക്കും. നമ്മളൊന്നും മനസ്സിലാവും, ഒബ്സർവേഷൻ കേട്ടിട്ട് ടെൻഷൻ ആവണ്ട. എത്ര വാല്യൂ ഉണ്ട് അതിനെയാണ് നമ്മൾ എന്താ ഒബ്സർവേഷൻ എന്ന് പറയാം. ഇഫ് ആൻ ഒബ്സർവേഷൻ, ഇവിടെ ഒബ്സർവേഷൻ അല്ല പറഞ്ഞിട്ടുള്ളേ, 8 വാല്യൂ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഒബ്സർവേഷൻ n എന്ന് പറയുന്നത് ഓഡ് വാല്യൂ ആണെങ്കിൽ നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്, ഓഡ് വാല്യൂ ആണെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? n+1/2th വാല്യൂ ആയിരിക്കും. ക്ലിയർ? അതായത് ഇപ്പോൾ നമുക്ക് എന്താ 7 വാല്യൂ ഉണ്ട്, ടോട്ടൽ 7 എണ്ണം ഉണ്ട്. അപ്പോൾ 7 + 1 8/2, നാലാമത്തെ വാല്യൂ ആയിരിക്കും ഇതിൻ്റെ മീഡിയൻ എന്ന് പറയാം. ഇനി ഒബ്സർവേഷൻ n എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതായത് ഇപ്പോൾ 8 ആണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് ആവറേജ് ഓഫ് എന്താ n/2th. ഇപ്പോൾ ഈവൻ നമ്പർ ആയാൽ നമുക്ക് 8 നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നാലാമത്തേത് ആൻഡ് n/2 + 1th. ഇതിൻ്റെ രണ്ടിൻ്റെ ആവറേജ് ആയിരിക്കും നമുക്ക് എന്താ അതിൻ്റെ മീഡിയൻ എന്ന് പറയാം. അതായത് എന്താ n/2th ടേം ഓർ പ്ലസ് n/2 + 1th ടേം ഡിവൈഡ് ബൈ 2. ഇതാണ് നമുക്ക് മീഡിയൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ എന്താണുള്ളത്? ഇവിടെ നമുക്ക് ഈവൻ വാല്യൂ ആണുള്ളത്, 8 വാല്യൂ ഉള്ളത്. ഇവിടെ n = 8 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? n/2th 4th പ്ലസ് n/2 4 + 1 5th വാല്യൂ ഡിവൈഡ് ബൈ 2 ആണ്. ക്ലിയർ? ഇവിടെ 4th വാല്യൂ എന്താ? അപ്പോൾ അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കണം, അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതണം. ആരോഹണം അവരോഹണം അല്ലെങ്കിൽ എന്താ കൂടി വരുന്ന വാല്യൂ കുറഞ്ഞു വരുന്നത്. ഇപ്പോൾ നോക്കി 60, 68, 70, 72, 74, 76, 78, 80 അല്ലേ? അസെൻഡിങ് ഓർഡർ അല്ലേ? ആണ്. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ഓർഡറിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് 4th വാല്യൂ എന്താ? 72. 5th വാല്യൂ 74. സോ 72 + 74 ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും ആഡ് ചെയ്താൽ 146/2 കിട്ടും. ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 73 ആണ് ഇവിടുത്തെ മീഡിയൻ കിട്ടുക. പക്ഷേ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല. ഇവിടുത്തെ മീഡിയൻ 3 ആണെന്ന് കിട്ടി. പക്ഷേ ക്വസ്റ്റ്യനിൽ പറയുന്നു എന്താ? 70 റിമൂവ് ചെയ്തു, ഈ 70നെ മാറ്റി. ബാക്കി അപ്പോൾ മീഡിയൻ എന്ത് വന്നു? അപ്പോൾ n = ബാക്കി എത്രയാ? 7 മാത്രമേ ഉള്ളൂ. n 7 മാത്രമേ ഉള്ളൂ. അപ്പോൾ n 7 മാത്രം വന്നാൽ എന്താ? നമുക്ക് ഈ സെക്കൻഡ് കണ്ടീഷൻ മീഡിയൻ എന്ന് പറയുന്നത്
n plus 1 by 2 the value. So n plus 1 എന്താണ് 7 plus 1 8 by 2 ഫോർത്ത് വാല്യൂ ആണ് ഇതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. ഫോർത്ത് വാല്യൂ എന്താണ്? ഫോർത്ത് വാല്യൂ എന്ന് പറയുന്നത് 1 2 3 4 74 ആണ് ഇപ്പോഴത്തെ വാല്യൂ. ഇപ്പോഴത്തെ മീഡിയൻ കിട്ടി. രണ്ട് മീഡിയൻ കിട്ടി. ആദ്യത്തെ മീഡിയനും കിട്ടി. ആദ്യം 73 ആണ് നമുക്ക് ഫസ്റ്റത്തെ മീഡിയൻ കിട്ടിയത്. ക്ലിയർ? ഫസ്റ്റത്തെ മീഡിയൻ എന്ന് പറയുന്നത് 73. ഇത് ഫസ്റ്റ് മീഡിയൻ, ഇത് ഇപ്പോഴത്തെ മീഡിയൻ. രണ്ട് മീഡിയൻ കിട്ടി. ഇനി എന്താ പറയുന്നത്? ഇനി നമ്മൾ ചെയ്യേണ്ടത് എത്രയാണ് ഇൻക്രീസ് ആയതെന്നാണ് ചോദിക്കുന്നത്. ആദ്യം 73, ഇപ്പോൾ 74. സോ 1 അല്ല ഇൻക്രീസ് ആയത്. 74 മൈനസ് 73 ഈക്വൽ ടു 1. ഇൻക്രീസ് ആയത് 1 ആണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ളത്. ഇനി 1-2 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ അറിയാം. ഇവിടെ പറയുന്നത് എന്താ? ഇഫ് ദ മീഡിയൻ ആൻഡ് മീൻ ആർ 36 35 റെസ്പെക്റ്റീവ്ലി ദെൻ ഫൈൻഡ് ദ മോഡ്. സോ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീഡിയൻ മൈനസ് 2 മീൻ. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കാം. ക്ലിയർ? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എന്താ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്? എന്താ? മോഡാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ 3 ഇൻറ്റു മീഡിയൻ എത്ര തന്നു? മീഡിയൻ നമുക്ക് 36 തന്നു. മൈനസ് 2 ഇൻറ്റു മീൻ എത്ര തന്നു? മീൻ എന്ന് പറയുന്നത് 35 ആണ്. സോ 36 ഇൻറ്റു 3 108 മൈനസ് 70 ഈക്വൽ ടു എന്താണ്? 38 ആണ് നമുക്ക് ആൻസർ വരിക. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ്, ഇഫ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സെറ്റ് ഓഫ് നമ്പർ ഈസ് 3. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ആണ്. ക്ലിയർ? ആൻഡ് അരിത്തമെറ്റിക് മീൻ ഓഫ് ദ നമ്പർ ഈസ് 6. വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ്? അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഒന്നുമില്ല, 2-3 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ. എന്താ? കോഎഫിഷ്യന്റ് ഓഫ് മീൻ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ്, ഓക്കെ, വേരിയേഷൻ ഈക്വൽ ടു എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ ഇൻറ്റു 100. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നു 3. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 3 തന്നു. അതുപോലെ മീൻ തന്നിട്ടുണ്ട്. മീൻ എന്താണ്? അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് 6 ആണ്. ഇൻറ്റു 100. സോ എന്താ? ഇത് കട്ട് ചെയ്താലും 1/2 ഇൻറ്റു 100 50 ആണ് ഇവിടുത്തെ എന്ത് വരിക? ഇവിടുത്തെ നമ്മളെ എന്താ ആൻസർ വരിക? കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് വരിക. ക്ലിയർ? അപ്പോൾ അതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കാം. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ഡി ആണ് കറക്റ്റ് ആയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, ദെൻ വേരിയൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താ? വേരിയൻസ് എന്ന് പറയുന്നത് എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ നമ്മുടെ ഏതാ? വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ്. ക്ലിയർ? അപ്പോൾ ഈക്വേഷൻ പഠിച്ചു വെക്കുക. വേരിയൻസ് ഈക്വൽ ടു എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ. ക്ലിയർ? ഇതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ടേം അറിഞ്ഞില്ലെങ്കിൽ എക്സാമിന് എഴുതാൻ പറ്റില്ല. എന്താ? ഇവിടെ ഒന്നുമില്ല. 4.5 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നു. അതിൻ്റെ സ്ക്വയർ 4.5ൻ്റെ സ്ക്വയർ എന്തായിരിക്കും? എന്താണ്? 20.25 അല്ലേ? 4.5 4.5ൻ്റെ സ്ക്വയർ 20.25 ആണ്. സോ 20.25. വേരിയൻസ് എന്ന് പറയുന്നത് 20.25 ആണ്. ക്ലിയർ? അപ്പോൾ അതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഏതാണ്ട് മെയിൻ ഏരിയ ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ എല്ലാം കൃത്യമായി പഠിക്കാം. മനസ്സിലാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ? അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായി കാണാം.